നീ ആരുടെ മുമ്പിലാ കരയണ്ടേ? കേട്ടില്ല? ആ ദൈവത്തിന്റെ മുന്നിൽ നീ കരയണം. മനുഷ്യന്റെ മുമ്പിൽ നീ കരയണോ? വേണ്ട. ഒരു മഴ വന്ന് തീരോ നിങ്ങളുടെ വിശ്വാസം? ഞാൻ അവരോട് ചോദിച്ചു, ഒരു മഴ വന്ന് തീരോ വിശ്വാസം? ഞാൻ എപ്പോഴും പറയും, ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നല്ല, കുഞ്ഞു കാര്യങ്ങളാ. ക്ഷമിക്കുക, വലിയ കാര്യം കേട്ടത്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിൻ്റെ പേര് ചോദിച്ചപ്പോൾ പറയാ മാക്സിമൂസ്. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? ഓക്കെ, സന്തോഷം കേട്ടോ. സ്നേഹം നിറഞ്ഞ അച്ഛനെ ഞാൻ ഓർക്കുന്നു. എന്നെ നിങ്ങൾ കണ്ട് ഓർമ്മയുണ്ടോ? എന്നെ ഓർമ്മയുണ്ടല്ലേ? സന്തോഷം കേട്ടോ. കഴിഞ്ഞ വർഷം ശരിയാകാഞ്ഞിട്ടാന്ന് തോന്നുന്നു, ഈ വർഷം ഒന്നുകൂടി പിടിച്ചിട്ടുണ്ട്. അച്ഛനത് പറഞ്ഞത് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്നായിരിക്കും നിങ്ങളുടെ ചിന്താഗതി, അങ്ങനെയല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്ന പച്ചന്മാരൊക്കെ നന്നായിട്ട് പ്രസംഗിച്ചു, ഞാൻ മാത്രം മോശമായിട്ട് പ്രസംഗിച്ചത് കൊണ്ട് കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടി ഈ പ്രാവശ്യം വിളിച്ചു വരുത്തിയതായിരിക്കും, അങ്ങനെയാണോ? ഞാൻ തമാശ പറഞ്ഞതാ കേട്ടോ, നിങ്ങളങ്ങനെ ചിന്തിക്കണ്ട, പേടിക്കണ്ട. ഞങ്ങളുടെ ഇടവകയിൽ ഒരു ചേച്ചി ഒരു ദിവസം കുർബാനയ്ക്ക് ലേഖനം ഇങ്ങനെ നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണ പോലെ ബൈബിള് വായിച്ചു കഴിഞ്ഞപ്പോൾ തെറ്റ് വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അച്ഛാ അടുത്ത പ്രാവശ്യം ശരിയാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വായിക്കും. അപ്പം അതുപോലെയാന്ന് തോന്നി എനിക്ക്. കാരണം നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒന്ന് നന്നാക്കണമെന്ന്. നിങ്ങൾ നല്ല മനുഷ്യരല്ലേ? ആര് പറഞ്ഞു? ഞാൻ അച്ഛനോട് ചോദിച്ചു നോക്കിക്കോളാം കേട്ടോ. അപ്പം അച്ഛൻ കൃത്യമായിട്ട് പറയും, നിങ്ങൾ നല്ല മനുഷ്യരാണെന്നെ വെപ്പ് അല്ലേ? നിങ്ങൾ നല്ല മനോഹരമായിട്ടൊരു ദേവാലയം പണിതു. ഞാനിപ്പോൾ എവിടെ പോയാലും ഈ ദേവാലയത്തെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ അന്ന് വന്നപ്പോൾ പറഞ്ഞില്ലേ ഇത്രയും മനോഹരമായിട്ട് ദേവാലയമാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നണല്ലേ? നിങ്ങൾക്ക് ചിലർക്ക് അങ്ങനെ ഇതൊന്നിട്ടത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, മനോഹരമാണ് നിങ്ങളുടെ ദേവാലയം കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ പോയ പള്ളികളിൽ ഈ പള്ളിയെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സുന്ദരമാണ് ഈ പള്ളി കേട്ടോ. ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഇച്ചിരി ബുദ്ധിമുട്ടുകളും കടങ്ങളൊക്കെ നമുക്കുണ്ട്, അത് നിങ്ങൾക്ക് തീർക്കാവുന്നുള്ളൂ. നമുക്ക് ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തോളും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അച്ഛൻ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും പറയാണ്, അച്ഛൻ അങ്കമാലിക്കാരനാണ്, ഭാഷയിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇച്ചിരി ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ചില വാക്കുകളൊക്കെ ഇവിടെ ചിലപ്പോൾ പച്ചത്തെറിയായിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, അച്ഛനത് തെറിയായിട്ട് പറയുന്നതല്ല. ഇപ്പം നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ തിരുവനന്തപുരം മിക്കവാറും, ഞാനിപ്പോൾ വരുന്നത് കൊണ്ട് എനിക്കറിയാം, തിരുവനന്തപുരം മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നൊരു പദമാണ് ഓ ഓ ഓ. നിങ്ങളങ്ങനെ പറയില്ലേ? എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളങ്ങനെ ചെയ്യില്ലേ? ഇപ്പം നിങ്ങളെന്ത് പറയും? ഓ. നിങ്ങളങ്ങനെ നിൽക്കുമോ? ഓ. ഹല്ലേലൂയ പറയോ? ഓ. ഞങ്ങളുടെ നാട്ടിൽ ഓ എന്ന് പറയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഓ എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നതിന് തുല്യ. നിങ്ങൾ ഓ എന്ന് പറയുന്നത് എങ്ങനെയാ? ഓ ശരി എന്നല്ല അർത്ഥം. ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചോദിച്ചാലും ആൾക്കാർ പറയാ ഓ ഓ ഓ. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഞങ്ങളെ ഒത്തിരി കണ്ടതാ. ഓ, അങ്ങനെയാണ് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. പക്ഷേ ഇവിടെ വന്നിട്ട് എനിക്ക് ആദ്യമേ പ്രസംഗിക്കാൻ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പ്രസംഗിക്കാൻ. അപ്പം എൻ്റെ അച്ഛൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ ജിനോ അച്ഛാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു, അച്ഛാ ഇവരെന്തിനാ എല്ലാത്തിനെയും ഓ എന്ന് പറയണേ? ഞങ്ങളുടെ നാട്ടിൽ അത് കളിയാക്കിയതിന് തുല്യ. അപ്പോൾ അച്ഛൻ പറയായിരുന്നു, എൻ്റെ ജിനുവെ ഇവിടെ എല്ലാവരും എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരി എന്ന് പറയുന്നത് ഓന്നാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരത്തൊരു ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മുമ്പിലിരിക്കുന്നൊരു ചേച്ചി ചങ്കത്തിട്ട് ഇങ്ങനെ കൈയടിക്കുക. എൻ്റെ പൊന്നടവേ, ഞാനിങ്ങനെ ഇടിച്ചോണ്ടിരിക്കുക. ഞാൻ വിചാരിച്ച് ഈ ചേച്ചിക്ക് ചങ്കിലെ വേദനയായിരിക്കും. ധ്യാന പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, എൻ്റെ ചേച്ചി ഇതിനെ മാത്രം ഇടിച്ചു പൊട്ടിക്കാൻ അതിലൊന്നിട്ടുള്ളേ. അപ്പോൾ ഈ ചേച്ചി എന്നോട് പറയാ, അച്ഛൻ അവിടെ നിന്നിട്ട് എന്നാ തെറിയായി പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ചില വാക്കുകൾ ഇവിടെ തെറിയാണ്. എനിക്ക് നാണം മാനില്ലാത്തതുകൊണ്ട് ഞാൻ തെറിയായിട്ട് പറയും കേട്ടോ. എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് പറയും. അപ്പോൾ അത് പക്ഷേ നിങ്ങൾ നല്ല മനസ്സോടെ സ്വീകരിക്കുക. മിക്കവാറും ഇപ്പോൾ തിരുവനന്തപുരം ഭാഷയായി തുടങ്ങി എനിക്ക്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനൊരു കാര്യം ചോദിച്ചു, നീ അങ്ങനെ ചെയ്തില്ലേ? അപ്പം ഞാൻ അപ്പനെ നോക്കിയിട്ട് പറഞ്ഞു ഓ. അപ്പോൾ അപ്പൻ ഓടി വന്നേക്കാൻ എന്നോട്, എന്നാ വർത്താനാടാ ഈ പറയണേന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, തിരുവനന്തപുരം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നാടായിട്ട് മാറി. കാരണം ഞാൻ ഇന്ന് ഓർക്കുകയായിരുന്നു, ഞാൻ ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ള സ്ഥലം തിരുവനന്തപുരമാണ്. ഞാൻ എറണാകുളംകാരനാണെങ്കിലും ഏറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. അതിലേറ്റവും കൂടുതൽ ധ്യാനിപ്പിച്ചിട്ടുള്ള ഏത് പള്ളികളാണെന്നറിയോ? CSI പള്ളികളാ. മാസത്തിൽ ഒരു 3 പള്ളിയെങ്കിലും ധ്യാനിപ്പിക്കാൻ വരും. ഇതിപ്പോൾ ഈ മാസത്തിൽ 3 CSI പള്ളിയുണ്ട്. കഴിഞ്ഞ ആഴ്ച കണ്ണൂരായിരുന്നു, പരിയാരം മെഡിക്കൽ കോളേജ്. അവിടെ അറിയോ?
സെൻറ്റ് സേവിയേഴ്സിൻ്റെ ഒരു പള്ളിയുണ്ട്. അത്യാവശ്യം നല്ലോണം ആളുകൾ വന്ന ഒരു പരിപാടിയായിരുന്നു, ധ്യാനമായിരുന്നു. 3 ദിവസത്തെ ധ്യാനമായിരുന്നു. ഇതുപോലെ തന്നെ ഇട ദിവസമാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുന്നു, രാവിലെ ടാപ്പിങ്ങിനൊക്കെ പോകണം, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയാ, ഈ ബുദ്ധിമുട്ടിനിടയിലും ഈ ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കാൻ നോക്കുക. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. എന്നറിയോ? ഏതാണ്? ബർത്തമിയൂസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകനെ കണ്ടുമുട്ടുന്നുണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. നിങ്ങൾ സത്യവേദ പുസ്തകം കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ നിങ്ങളെക്കുറിച്ച് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണത് കേട്ടോ. CSI സഭയിൽ എന്നും ആൾക്കാർ ബൈബിൾ കൊണ്ടുവരും, സത്യവേദ പുസ്തകം. ഞങ്ങളുടെ ആൾക്കാർ ഇച്ചിരി കൊണ്ടുവരാൻ ഇച്ചിരി മടി കാണിക്കുന്നവരാ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല കേട്ടോ, നിങ്ങളതൊക്കെ കൊണ്ടുവരുന്നവരാ അല്ലേ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയുണ്ട്. ബർത്തമിയൂസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകനാണ്. അവനെന്താ ഗുണം? അവന്റെ കുഴപ്പം എന്താ? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. 46 മുതൽ. കിട്ടിയോ? ഉത്തരം പറ. കിട്ടിയോ? ഒരു വലതരം ഉയർത്തിയിട്ട് ഹാലിലയോ പറഞ്ഞേ. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അന്ന കഴിവ് ഉയർത്തിപ്പിടിക്ക്. ഉച്ചത്തിൽ പറഞ്ഞേ. ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഇടതുകരം കൂടി ഉയർത്തിപ്പിടിച്ച്. ഇടതുകരം കൂടി ഉയർത്തിപ്പിടിക്കാനാ പറഞ്ഞേ. അപ്പൊ അതിന്റെ അർത്ഥം 2 കരം ഉയർത്താനാ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറയാണ്ട് ഒറ്റണത്തിന്റെ കൈ തരാൻ പാടില്ല കേട്ടോ. എനിക്കറിയാം നിങ്ങളൊക്കെ പലരും പോലീസുകാരും ഗവൺമെന്റ് ജോലിക്കാരും ഒക്കെയാണ്. പക്ഷെ ഇവിടെ അച്ഛൻ പറയുന്നത് കേട്ടോളാം, പൊക്കിക്കോ കേട്ടോ. ആകെ ഉള്ളൊരു പ്രതിഗതി അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, 2 കരം ഉയർത്തി പിടിച്ചൊരു ഹാലിലേക്ക് പറഞ്ഞേ. ഒന്നും കൂടി. ഓക്കെ, താങ്ക് യു കേട്ടോ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. താങ്ക് യു കേട്ടോ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ നമുക്കൊന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു രംഗമുണ്ട്. ബർത്തമിയൂസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകനാ. അവൾ കണ്ടോ? ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ആ കണ്ടോ? കർത്താവ് വഴിക്കൂടെ പോവാ. ബർത്തമിയൂസ് എന്ന് പറയുന്ന ഒരു അന്ധയാചകൻ അവിടെ ഇരിക്കുക. ഇനി അടുത്ത കാര്യം വായിച്ചോ. അവൻ എന്താ ചെയ്തേ? കർത്താവ് വഴിക്കൂടെ പോകുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ അവൻ നിലവിളിച്ചു. എങ്ങനെ പറഞ്ഞേ? ദാവീദിന്റെ പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ. 2 കരങ്ങളും നീട്ടിപ്പിടിച്ചേ. 2 കരങ്ങളും നീട്ടിപ്പിടിക്കേ. എൻ്റെ ഈശോ ഈ വഴിക്കൂടെ പോവാ കേട്ടോ. നിങ്ങൾക്ക് കൈക്കൊക്കെ ഇത്രേ ഉള്ളൂ. കൊച്ചുവാദമാണോ? പൊക്കി പിടിക്ക്. ഓക്കെ, എല്ലാത്തിനും കൈ പൊക്കി പിടിക്ക്. പുരുഷന്മാരുടെ ഒക്കെ കൈ ഉണ്ടോ നിങ്ങൾ? ഈ സ്ത്രീകളുടെ കൈയാണ് ഇല്ലാത്തുള്ളൂ. പൊക്കിയതാ, പൊക്കിയില്ലെങ്കിൽ പൊക്കൂല. അങ്ങനത്തെ ടൈപ്പുകൾ കേട്ടോ. പുരുഷന്മാരൊക്കെ നന്നായിട്ട് കൈ പൊക്കി കാണിച്ചു കൊടുത്തത്. ഞാൻ എപ്പോഴും മാതൃക കാണിച്ചു കൊടുക്കാറ് പുരുഷന്മാരുടെ കരങ്ങളാ. വേണ്ട, നിങ്ങളെ കരങ്ങളൊക്കെ നോക്കിയേ. അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന കുറച്ച് സ്ത്രീകളുടെ കൈയൊന്നും പൊങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ഇനി പൊക്കി കാണിച്ചു തന്നെ. ഞങ്ങട് വന്നോ? ഞാൻ വേണമെങ്കിൽ വരാം. അങ്ങോട്ട് പോണോട്ട് കുഴപ്പമില്ലല്ലോ അച്ഛാ. ഇല്ല കുഴപ്പമില്ലാന്ന് പറയണേ കേട്ടോ. ഞാൻ വേണമെങ്കിൽ പൊക്കി കാണിച്ചു തരാം. വേണമെങ്കിൽ വരാം കേട്ടോ. ഞാൻ പൊക്കി കാണിച്ചു തരാം കേട്ടോ. എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ വരും കേട്ടോ. എനിക്കങ്ങനെ നാണം മാനില്ലാത്തതുകൊണ്ടേ ഞാൻ എവിടെയും വരും. അതുകൊണ്ട് പിന്നെ ഈ ഇടയിൽ ഈ ചേച്ചിമാർക്കൊക്കെ കൈക്ക് ഇച്ചിരി ബുക്കുണ്ട് കേട്ടോ. കുഴപ്പമുണ്ട് കേട്ടോ. ഈ അപ്പച്ചൻ കുഴപ്പമില്ല, പൊക്കില്ല എന്നുള്ളൂ. കുഴപ്പമില്ല കേട്ടോ. ഇവിടെയാണ് ഈ ചേച്ചിമാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ. ഈ ചേച്ചിമാർക്ക് ഒന്ന് കൈവയ്ക്കാമോ? കൊച്ചുവാദം സുഖപ്പെടും കേട്ടോ. ഈ അമ്മച്ചിയുടെ കൈക്ക് ഇച്ചിരി വേദന ഉണ്ടെന്ന് പറഞ്ഞല്ലേ? കുഴപ്പമില്ല കേട്ടോ. ഒന്ന് പൊക്കി പിടിച്ചേ. നീ കാലിലേക്ക് പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ. അപ്പോ ദാവീദിന്റെ പുത്ര എന്നിൽ പൊക്കി പിടിക്ക്. കൈ വേദനിക്കാൻ വേണ്ടി പിടിപ്പിച്ചേക്കണതാ. നമ്മുടെയൊക്കെ പണ്ടത്തെ കാരണവന്മാരെ എത്ര വേദന ഉണ്ടായാലും അവർ കൈ പൊക്കി പിടിച്ച പ്രാർത്ഥിച്ചവരാ. നമുക്കതിനെ പറ്റണ്ടെന്ന് നമുക്കിത് പറ്റുമോ? ഇല്ല. പണ്ടത്തെ ഒക്കെ കാരണവന്മാര് എത്ര വേദന ഉണ്ടെങ്കിലും അവർ കരങ്ങൾ വിരിച്ചു പിടിച്ച് തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. കൈ വേദനിക്കുണ്ടോ? പൊക്കി പിടിക്കുക കേട്ടോ. വേദന ശമനം ഉണ്ടാവും കേട്ടോ. നമ്മുടെ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? മോശ കരങ്ങൾ ഉയർത്തിയപ്പോഴൊക്കെ ഇസ്രായേൽ ജനം യുദ്ധത്തില്, നിങ്ങളത് വായിച്ചിട്ടില്ലേ?
ഇസ്രായേൽ ജനം യുദ്ധത്തില് ജയിച്ചു. മോശയുടെ കാര്യങ്ങൾ അപ്പോഴൊക്കെ താഴ്ന്നു പോയോ, അപ്പോഴൊക്കെ ഇസ്രായേൽ ജനം യുദ്ധത്തില് തോറ്റു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് താത്തിക്കോ. ആശ്വാസമായോ? പൊക്കി പിടിക്ക്, ഒന്ന് പൊക്കി പിടിക്ക്. എനിക്ക് ഇച്ചിരി മനുഷ്യപ്പറ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് പറഞ്ഞതാ. ഞാൻ പൊക്കി പിടിച്ചിട്ട് ബർത്തമിയൂസ് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞേ, ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ. ഒന്നുകൂടെ പറഞ്ഞേ, ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ. ഒരു മിനിറ്റ് താത്തിക്കോ, ഇപ്പൊ തന്നെ പൊക്കിക്കും കേട്ടോ. കൂടെയുള്ളവർ അവനോട് എന്താ പറഞ്ഞേ? കൂടെയുള്ളവർ അവനോട് എന്താ പറഞ്ഞേ? മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ കേട്ടോ? എന്താ ചെയ്തേ? വചനം പറയുന്നത് എങ്ങനെയാ? അവൻ പണ്ട് 48-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന എല്ലാവരും പറഞ്ഞു നിശബ്ദരായിരിക്കാൻ. പക്ഷെ അവനത് കേട്ടില്ല. അവനത് ചെയ്തേ? പണ്ടത്തേതിനേക്കാളും ഉച്ചത്തി വിളിച്ചു എന്നാ വചനം പറയണേ, അല്ലേ? പണ്ടത്തേതിനേക്കാളും ഉച്ചത്തിൽ നിലവിളിച്ചു. എന്താ പറഞ്ഞേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അവനോട് എല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കും, അവൻ കേട്ടില്ല. അവന്റെ കൂട്ടുകാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, കൂടെയുള്ളവരൊക്കെ പറഞ്ഞു നീ മിണ്ടാതിരിക്കടാ, കർത്താവ് വഴിക്കൂടെ പൊക്കോട്ടെ. പക്ഷെ അവൻ കേട്ടില്ല. കാരണം അവനും ഒരു കാര്യം തീരുമാനമായിരുന്നു, അവന് കർത്താവിനെ വേണമായിരുന്നു, അവന് ദൈവത്തിനെ വേണമായിരുന്നു, അവന് ഈശോയുടെ അനുഗ്രഹം വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവനവന്റെ കൂട്ടുകാർ പറഞ്ഞതൊന്നും കേൾക്കാൻ പോയില്ല. അവൻ ദൈവത്തെ മാത്രം നോക്കി പിന്നെയും വിളിച്ചു. 2 കരം നീട്ട്. നിങ്ങളെ ഞാൻ കൈ ഓടിപ്പിക്കും ഞാൻ. നീട്ട്. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞേ, ദാവീദിന്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ. ഇനി താത്തേ, ഇപ്പോ ഒരു സംഭവം നടക്കുക. എന്താണ് സംഭവം നടക്കണേ? ഈശോ അവന്റെ മുമ്പിൽ നിന്നു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അറിയോ? നിന്റെ പ്രതിസന്ധികളുടെ നടുവില് നീ പ്രാർത്ഥിക്കാൻ പഠിക്കണം. എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ബർത്തമിയൂസ് എന്ന അന്ധയാചകൻ, അവന് കണ്ണിന് കാഴ്ച പോയിട്ട് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ അവനും പ്രാർത്ഥിച്ചു, പക്ഷെ അനുഗ്രഹം കിട്ടിയില്ല. എപ്പോഴാണ് അനുഗ്രഹം കിട്ടിയേ? എല്ലാവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ദൈവത്തെ മാത്രം അവൻ നോക്കിയപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായത്. എനിക്ക് നിങ്ങളോട് പറയുന്നറിയോ, ഈ 3 ദിവസം നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇല്ലെന്ന് അച്ഛൻ പറയത്തില്ല. ജോലിക്ക് പോകണം, വൈകുന്നേരം ഓടിയെത്തണം, രാവിലെ ജോലിക്ക് പോകണം, ഇതൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ക്ലാസ്സുകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അച്ഛൻ പറയുക, ഈ 3 ദിവസം ഈശോയുടെ ഒപ്പം ഇരിക്കാൻ ഒന്ന് പരിശ്രമിക്കണം. ആരുടെ ഒപ്പം ഇരിക്കാൻ? അപ്പൊ നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ കൂടുതൽ പ്രാർത്ഥിക്കണം. ചിലരുടെ എങ്ങനെയാണെന്നറിയോ? എന്തെങ്കിലും സങ്കടം വരുമ്പോഴേക്കും തുടങ്ങും, എൻ്റെ അച്ഛ പറ്റണില്ല. നോ, നെവർ. അങ്ങനെയല്ല പ്രാർത്ഥിക്കണ്ടേ. നിന്റെ ജീവിതത്തിൽ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാം നീ പ്രാർത്ഥിക്കണ്ടേ. നിനക്ക് സങ്കടം കൂടുമ്പോൾ നീ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിനക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പോകുമ്പോൾ നീ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കും? 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ഞാൻ പറയും, നിനക്ക് സങ്കടം വർദ്ധിക്കുമ്പോൾ നീ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം? 2 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. നിനക്ക് സങ്കടം കൂടുന്നതിനനുസരിച്ച് നിന്റെ പ്രാർത്ഥനയുടെ തോത് നീ കൂട്ടി നോക്കിയേ, നിന്റെ കുടുംബം രക്ഷപ്പെടും. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, കരയുന്ന കൊച്ചിനെ കേട്ടില്ല ആ പാലുള്ളൂ. കരയാത്ത കൊച്ചിന് അമ്മ കൊണ്ടേ പാല് കൊടുക്കുവോ? ഇല്ല. നീ ആരുടെ മുമ്പിലാ കരയണ്ടേ? കേട്ടില്ല. ആ ദൈവത്തിന്റെ മുന്നിൽ നീ കരയണം. മനുഷ്യന്റെ മുമ്പിൽ നീ കരയണോ? വേണ്ട. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ടോക്കുകളൊക്കെ നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ മുമ്പിൽ നീ കരഞ്ഞിട്ട് കാര്യമില്ല. അവൻ മാറി നിന്ന് ചിലപ്പോൾ നിന്നെ പരിഹസിക്കും, ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കും. പക്ഷെ നീ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞു നോക്കേ, ആ ദൈവം നിന്നെ മാറി നിന്ന് പരിഹസിക്കോ? കുറ്റപ്പെടുത്തോ? വിഷമിപ്പിക്കോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയുന്നറിയോ, ഈ 3 ദിവസം എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ പള്ളി വരണം, സഭയിൽ വരണം, പ്രാർത്ഥിക്കണം, അച്ഛനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം അച്ഛൻ പറഞ്ഞില്ലേ, കണ്ണൂര് പരിയാരത്തായിരുന്നു ധ്യാനം. നിങ്ങളൊന്ന് അന്വേഷിച്ചോ കേട്ടോ. ഗംഭീര മഴ എന്ന് വെച്ചാൽ ഗംഭീര മഴ. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മഴയാ. അതുപോലെ തന്നെ ഒരു പള്ളി. ഈ പള്ളി നിറച്ച്, ഞാൻ ഇപ്പോൾ ഷാജി ചേട്ടൻ എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കായിരുന്നു.
എന്തോരം. ആദ്യത്തെ ദിവസം ഇപ്പം മഴ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറഞ്ഞു. രണ്ടാമത്തെ ദിവസം ഇച്ചിരി മഴയ്ക്ക് ഇച്ചിരി ശമനം ഉണ്ടായപ്പോൾ കുറച്ചും കൂടി ആൾക്കാർ വന്നു. ഞാൻ അവരോട് പറഞ്ഞ കാര്യം അറിയോ, നിങ്ങളുടെ ഒരു മഴയ്ക്ക് തീർക്കാവുന്ന വിശ്വാസം നിങ്ങൾക്കുള്ളൂ. ഒരു മഴ വന്ന തീരോ നിങ്ങളുടെ വിശ്വാസം? ഞാൻ അവരോട് ചോദിച്ചു, ഒരു മഴ വന്ന തീരോ വിശ്വാസം? ഇച്ചിരി ചെളി പറ്റിയ തീരോ വിശ്വാസം? പറ്റുമോ? തീരോ? ഇല്ല. എൻ്റെ ശരീരവും എൻ്റെ ജീവിതമൊക്കെ എൻ്റെ തമ്പുരാൻ തന്നതാ. അതൊരു മഴ വന്ന തീരാവുന്നതല്ല, ഒരു ചെളി പറ്റിയ തീരാവുന്നതല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അടുത്ത ദിവസം എത്ര മഴയാണെങ്കിലും നിങ്ങൾ പള്ളി വന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പൊന്നടവേ, രണ്ടാമത്തെ ദിവസമൊക്കെ ഉണ്ടല്ലോ, ഇത് നിറഞ്ഞിട്ട് പിള്ളേരെ മുഴുവൻ അഴുത്താരിലേക്ക് കയറ്റി നിർത്തി, നിങ്ങളുടെ മുകളിലേക്ക് കയറ്റി നിർത്തി. അത്രയ്ക്ക് തിരക്ക്. മൂന്നാമത്തെ ദിവസമായപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവരെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഓരോരുത്തരും കാണിച്ചിടാൻ പറ്റും. ആർക്കെങ്കിലും തെളിവ് വേണമെങ്കിൽ ഞാൻ എടുത്ത് പോരാ കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇല്ലേ, ഷാജി ചേട്ടൻ കണ്ടില്ലേ? ഷാജി ചേട്ടൻ സ്റ്റാൻഡപ്പ് അവരോട് കണ്ടോന്ന് പറഞ്ഞേ. കണ്ട ഉറപ്പല്ലേ? അപ്പം ഞാൻ ഉറപ്പിന് വേണ്ടി പറഞ്ഞതാ. പുള്ളിനെ നേരത്തെ കാണിച്ചു കൊടുത്തു. കാരണം എന്താ പറയുക, പുള്ളി കണ്ടിട്ടിരിക്കണം. ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ ദിവസം അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റില്ല. മൂന്നാമത്തെ ദിവസം അവരെന്താ അറിയോ, ഒരു LED പാനൽ പുറത്ത് വെച്ചിട്ട് അതിലാണ് കുറച്ചും കൂടി പേര് പുറത്തിരുത്തി കണ്ടേ. കസേര എടുത്തിട്ട് 2 ഹാളിൽ നിന്നും കസേര എടുത്തിട്ട് തികയുന്നില്ല. അയൽവക്കത്തു നിന്നൊക്കെ ഇടവക്കാർ വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്ക് വേണമെന്നില്ല. അങ്ങനെ തിരുവനന്തപുരത്ത് മിക്കവർത്തേയും വരുന്നതാ. അപ്പോൾ കണ്ണൂർ ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നതാ. പക്ഷെ തിരുവനന്തപുരത്ത് മിക്കവർത്തേയും വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഈ 3 ദിവസം തമ്പുരാൻ്റെ അടുത്തിരിക്കണം. നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്ന 2 വ്യക്തികളുണ്ട്, മർത്തയും മറിയവും. അവരുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഈശോ ചെന്നു, അല്ലേ? ഈശോ ചെന്നു. എന്നിട്ട് ഈശോ ചെന്നപ്പോൾ ആരെ ഈശോയുടെ അടുത്തിരുന്നേ? ഓ എൻ്റെ കർത്താവേ, ആരെ അടുത്തിരുന്നേ? മറിയാണോ മർത്തയാണോ? മറിയാണോ? മറിയം അടുത്തിരുന്നു കേട്ടോ. മറിയം അടുത്തിരുന്നു. എന്നിട്ട് മർത്ത പോയിട്ട് ഈശോയോട് പറയണ്ട, ഈശോയെ, വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ട്, വീട്ടിലെ കാര്യം നോക്കാൻ ആ മറിയത്തെ എൻ്റെ കൂടെ പറഞ്ഞയക്കണം. ഈശോയുടെ ഡയലോഗ് എന്തായിരുന്നു? ധൈര്യക്ക കുന്തം മെഴുകൽ, ഉത്തരം പറ. ഈശോയുടെ ഡയലോഗ് എന്തായിരുന്നു? നിങ്ങളാണ്, ഞാൻ എന്തൊക്കെ അലക്കണേന്ന് അറിയാം നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ ബൈബിളിനെ കുറിച്ച് ഭയങ്കര അറിവുള്ളവരാ, ഒത്തിരി കഴിവുള്ളവരാ, വചനങ്ങളൊക്കെ കാണപ്പാടം പഠിക്കുന്നവരാ, CSI സഭക്കാരെ നിങ്ങൾ കണ്ട് പഠിക്കണം എന്നൊക്കെയാണ്. എന്നിട്ട് ഇരിക്കണമൊക്കെ ഓരോ ഐറ്റങ്ങൾ. മറിയത്തോട് മർത്ത അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈശോയുടെ ഡയലോഗ് എന്തായിരുന്നു? മർത്ത, നീ പലവിധ കാര്യങ്ങളെ കുറിച്ച് വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയുമാണ്. അത് POC ബൈബിളാണ് പറയണത്. നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ കുറച്ച് വേർഡിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. എന്താ പറഞ്ഞു വെച്ചേ? മർത്ത, നീ പലവിധ കാര്യങ്ങളെ കുറിച്ച് വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയാ. നീ ഒരു കാര്യം ചെയ്താൽ മതി ജീവിതത്തിൽ. എന്ത് ചെയ്താൽ മതി? നീ എൻ്റെ അടുത്ത് ഇരുന്നാ മതി. ഞാൻ എന്താ പറയണെന്നറിയോ? എൻ്റെ മക്കളെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ നോക്ക്. എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുക. എത്ര വലിയ കടുകട്ടിയുള്ള പ്രശ്നമാണെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുക. ദൈവം കാണിച്ചു തരുന്നതിൻ്റെ ഉത്തരം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, കടബാധ്യത ആയിക്കോട്ടെ, രോഗമായിക്കോട്ടെ, സാമ്പത്തിക ഞെരുക്കായിക്കോട്ടെ, മക്കളെക്കുറിച്ചുള്ള ആകുലതകളായിക്കോട്ടെ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കോട്ടെ, സ്വസ്ഥതയില്ലാത്തായിരിക്കോട്ടെ, സമാധാനം ഇല്ലാത്തായിരിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നീ ദൈവത്തിൻ്റെ അടുത്തിരിക്കുക. ദൈവം കാണിച്ചു തരുന്നേ ഉത്തരം. നമ്മൾ വിളിക്കുന്ന ദൈവം സർവശക്തനായൊരു ദൈവ. ആ ദൈവത്തിൻ്റെ മുന്നിൽ ഒന്നിനും കുറവില്ല. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനത്തിന്റെ പുസ്തകം 118 അധ്യായം 6, 7 തിരുവചനം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 118, 6, 7. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്നെ എന്തുട്ടാന്ന് പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും. കുറച്ചും കൂടി നല്ല മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നറിയോ? കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും. നീ ഓർത്തോ,
നിന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവമുണ്ട് കൂട്ടിന്. ആ ദൈവത്തിൻ്റെ മുന്നിൽ ഇരിക്കാൻ അച്ഛനെ ഈ 3 ദിവസം പറയണേ. അച്ഛൻ എല്ലാ പ്രാവശ്യം ചോദിക്കണ പോലെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുക. വൃത്തികെട്ട ക്വസ്റ്റ്യനാന്ന് എനിക്കറിയാം കേട്ടോ, വൃത്തികെട്ട ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കാൻ പോണേ. എങ്കിലും ചോദിച്ചേക്കാം. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരൊന്ന് കൈവക്കേ. ഒരെണ്ണം. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവരെ കൈവക്കാൻ. 1 2 പുള്ളിക്ക് പാതി പങ്ക് തോന്നണുള്ളൂ കേട്ടോ. എനിക്ക് തരണേ ഫുള്ളുതാ. ആ ഫുള്ള്. സ്ത്രീകളിൽ ഒരെണ്ണം പോലും പോണില്ലേ? ആഗ്രഹം ഉണ്ടെന്ന് അല്ല, നിങ്ങൾ ഉറപ്പുള്ളൊരു ഉറപ്പൊക്കെ വേണ്ട നമുക്ക്. സ്ത്രീകളിൽ ഒരെണ്ണം പോലും ഇല്ല. ആദ്യം ഒരെണ്ണം ഉണ്ടല്ല. 1 3 ആണുങ്ങളും 1 പെങ്കൊച്ചും. എടവേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എത്ര കൺവെൻഷൻ കൂടുന്നവരാ നിങ്ങളെന്നറിയോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ടല്ലോ. ഞാൻ മിക്കവാറും ഒത്തിരി സഭകളിൽ പോകുന്ന ഒരു മനുഷ്യനാ. ഒത്തിരി ഇപ്പൊ കത്തോലിക്കരിൽ പോകുന്നുണ്ട്, ലാറ്റിൻകാരുടെ അടുത്ത് പോകുന്നുണ്ട്, മലങ്കരക്കാരുടെ അടുത്ത് പോകുന്നുണ്ട്. ഞാൻ പോയ ഇഷ്ടം പോലെ ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്സ് എല്ലാവരുടെ അടുത്തും പ്രസംഗിക്കാം, വചനം പ്രസംഗിക്കാം. ഈശോയെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ പോയും പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. ഞാൻ ആ തീരുമാനം എടുത്തൊരു മനുഷ്യനാ. അതുകൊണ്ട് എവിടെ വിളിച്ചാലും കർത്താവിനെ കുറിച്ച് പറയാൻ ഞാൻ പോവും. അത് എവിടെയാണെങ്കിലും ഞാൻ പോവും. കർത്താവിനെ കുറിച്ച് പറയാൻ, ഈശോയെ കുറിച്ച് പറയാൻ ഞാൻ എവിടെയാണെങ്കിലും പോവും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പോകുന്നിടങ്ങളിൽ ഏറ്റവും കൂടുതൽ കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർ ആരാന്നറിയോ? പറഞ്ഞോ? CSIക്കാരാ. നിങ്ങളൊന്ന് ഓർത്തൊക്കെ, ഒരു മാസത്തിൽ, ഒരു വർഷത്തിൽ നിങ്ങൾ എത്ര കൺവെൻഷൻ പങ്കെടുക്കുന്നുണ്ട്? ഇപ്പതേ ഇത് മെൻസ് ഫെലോഷിപ്പിന്റെ കൺവെൻഷൻ അല്ലേ, ഒന്നാമത്തത്. രണ്ടാമത്തതാ സഭാദിനത്തിന് കൺവെൻഷൻ ഇല്ലേ? കേട്ടില്ലല്ല? ഉണ്ട്. അടുത്തതേതാ? വിമൻസ് വെൽഫെയറിന്റെ കൺവെൻഷൻ, മഹിള ഇല്ലേ? ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. ഉണ്ടോ? ഓക്കെ, താങ്ക് യു. യുവജനവാരത്തിന്റെ കൺവെൻഷൻ ഇല്ലേ? 4 ഇനി അടുത്തേതാ? ഇനി കുട്ടികളുടെ ഉണ്ട്, ബാലജന സംഘത്തിന്റെ കൺവെൻഷൻ. ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. 5 ഇനി ഏതാ? ഡിസ്ട്രിക്ട് കൺവെൻഷൻ. ഇനി നിങ്ങളുടെ LMS നടക്കണ കൺവെൻഷൻ അതുണ്ട്. വാർഡ് കൺവെൻഷൻ. നിങ്ങളുടെ എല്ലാ A to Z വരെ പഠിച്ചിട്ടാണ് ഞാൻ വന്നേക്കണേ. അതുകൊണ്ട് ഇതത്രയും പറയണേ ഞാൻ. വാർഡ് കൺവെൻഷൻ. ഇനി കാറ്റഗീസത്തിന്റെ കൺവെൻഷൻ ഉണ്ട് ഇല്ലേ? കാറ്റഗീസം ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടാവില്ലായിരിക്കും, പോട്ടെ. നിങ്ങൾ ഓർത്തോക്കി, ഒരു വർഷത്തില് 8 കൺവെൻഷൻ കൂടുന്നവരാ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ പറയണ എവിടെ പോകില്ലെന്ന്? കേട്ടില്ല? നീ അതൊക്കെ ഒന്ന് ഓർത്തോക്കി. നിങ്ങളുടെ കാറ്റഗീസം എന്ന് പറയുന്നത്, വേദപാഠം എന്ന് പറയുന്നത്, അങ്ങനെയല്ല നിങ്ങൾ പറയണേ. ഞായറാഴ്ച കാറ്റഗീസം, സൺഡേ സ്കൂള്. ഞായറാഴ്ചത്തെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് 1-ാം ക്ലാസ് വന്നിരിക്കുമ്പോൾ തൊട്ട് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കും. മക്കളെ എവിടെ പോണം? സ്വർഗത്തിൽ പോണം. 1-ാം ക്ലാസ് തൊട്ട് +2 തീരുള്ളതാണ് നിങ്ങളുടെ കാറ്റഗിസം. സൺഡേ കാറ്റഗിസം, സൺഡേ വേദപാഠം ഒരിക്കലും +2 തീരുന്നില്ല. ജീവിതത്തിന്റെ അവസാനം വരെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കേട്ടേക്കണേ. ആണോ? അങ്ങനെ ഞാൻ കേട്ടേക്കണേ അല്ലേ? അതെ. 1-ാം ക്ലാസ് തൊട്ട് +2 വരെ പഠിച്ചു. അങ്ങനെ നിൽക്കട്ടെ. +2 വരെ പഠിച്ചു. എവിടെ പോകാനുള്ള വഴി? സ്വർഗത്തിൽ പോകാനുള്ള വഴി. ഒരു വർഷത്തിൽ 8 കൺവെൻഷൻ വെച്ച് കൂടുന്നു. എവിടെ പോകാനുള്ള വഴി? സ്വർഗത്തിൽ പോകാനുള്ള. ഇനി ഈ പാവപ്പെട്ട അച്ഛൻ 5-ാമത്തെ വർഷമായി അല്ലേ? 5-ാമത്തെ വർഷമായില്ലേ? ഈ മനുഷ്യൻ എല്ലാ ഞായറാഴ്ചയും ഒരു സന്ദേശം തരും ഇല്ലേ? തരുവോ? എവിടെ പോകാനുള്ള വഴി? സ്വർഗത്തിൽ പോകാനുള്ള വഴി. എന്നിട്ട് പറയണോ നിങ്ങൾ എത്ര പേര് പോണ്ടപ്പോ? 4 പേര്. 4 പേര്. ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, നാണമുണ്ടോ? അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. നാണമുണ്ടോ? ഇല്ല. താങ്ക് യു. ലേശം ഉളുപ്പ് ഇല്ല. താങ്ക് യു കേട്ടോ. ഒരു പുള്ളി പറയാ, അതൊന്നും ഞങ്ങൾക്ക് ഇല്ലാത്ത പരിപാടിയാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ചിന്തിക്കാറുണ്ടെന്നറിയോ?
നന്നാവണമെങ്കിൽ ഏറ്റവും ആദ്യം നന്നാവേണ്ടത് ആരാന്നറിയോ? ആരാ? CSI സഭക്കാരാ. ഇതുപോലെ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ഒരു കൺവെൻഷനുള്ളൂ, വർഷത്തിൽ ഒറ്റ കൺവെൻഷൻ, 3 ദിവസം. എന്നിട്ട് നന്നാവില്ല, പോട്ടെ. പക്ഷെ നിങ്ങൾ 8 കൺവെൻഷനും കൂടി, 8 കൺവെൻഷൻ കുറവാ. മറ്റു പല പള്ളികളിലൊക്കെ 8ഉം 9ഉം 10ഉം കൺവെൻഷനൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഈ 10ഉം 8ഉം കൺവെൻഷനും പങ്കെടുത്ത് 12 വർഷവും സൺഡേ കാറ്റഗിസവും പഠിച്ചിട്ട് നിങ്ങൾ പറയാ എവിടെ പോകില്ലെന്ന്? സ്വർഗത്തിൽ. ഇനി സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈവക്കെ, തൻ്റെ പിതാവിൻ്റെ മുഖമൊക്കെ കാണാൻ ആഗ്രഹമുള്ളവര്. ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നാൽ മതി, ഇപ്പൊ കിട്ടും കേട്ടോ. ഇപ്പൊ കിട്ടി സാധനം. നിങ്ങൾ എന്തേ സ്വർഗത്തിൽ പോകില്ലെന്ന് പറയണേ? എന്താ പോകില്ലെന്ന് പറയണേ? എന്താ പോകില്ല? സഹോദരൻ എഴുന്നേറ്റേക്കാമോ? ഞാൻ എല്ലാവരും പിടിച്ചു തുടങ്ങാം. സഹോദരൻ എഴുന്നേറ്റേക്കാമോ? എൻ്റെ സഹോദരൻ എഴുന്നേറ്റേക്ക്. സഹോദര സുന്ദരനാട്ടോ. അല്ല സുന്ദരനല്ലേ പുള്ളി? ഇവരെന്ത് ചിരിക്കണേ? പോട്ടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പേരെന്നാ? സാബുരാജ്. എന്നെ പേരടവേ. സാബുരാജേ. അതെ സഹോദര, ഈ എന്തേ സ്വർഗത്തിൽ പോകില്ലെന്ന് പറയണേ? ഇങ്ങോട്ട് വാ. വെള്ളമായി കൂടെ വന്ന വഴിക്ക് പറയാ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇടുവാ. ഇങ്ങനെ തൊടാല, കുഴപ്പമില്ലല്ല. എന്തേ സ്വർഗത്തിൽ പോകില്ലെന്ന് പറയണേ? മനസ്സിൽ തോന്നുന്ന ഉത്തരം പറഞ്ഞാൽ മതി. എന്തേ സ്വർഗത്തിൽ പോകില്ലെന്ന് പറയണേ? സ്വന്തം കാര്യം പറയണ്ട, എല്ലാവരും കൂടി പറഞ്ഞാൽ മതി. സ്വന്തം കാര്യം പറഞ്ഞാൽ പ്രശ്നമാവും. എന്തോ കുഴപ്പമുണ്ടെന്ന് അതിനുവേണ്ടിയുള്ള നല്ല പ്രവർത്തനം ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞതിന് ഉത്തരം പറ. അതിന് വേണ്ടിയിട്ടുള്ള നല്ല അങ്ങനെയൊന്നുമില്ല. ഒത്തിരി നന്മ പ്രവർത്തികളൊക്കെ ഉണ്ട് കേട്ടോ. നന്മ പ്രവർത്തികളൊക്കെ ഉണ്ട്, പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യത്തില്ലേ. ഒത്തിരി നന്മ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്തൊക്കെയോ കുറവുകള് ആർക്കുണ്ട്? എനിക്ക്. സാമരാജനുണ്ട്. എന്തൊക്കെയോ കുറവുകള് നമുക്കെല്ലാവർക്കും. ആർക്കുണ്ട്? നമുക്കോ? കേട്ടില്ല. നിങ്ങൾ എന്നെ കൂട്ടണ്ട, നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ആർക്കുണ്ട്? എനിക്കുണ്ട്. പക്ഷെ തിരുത്തുവോ? ഇല്ല. താങ്ക് യു. തിരുത്തരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഞാൻ എപ്പോഴും പറയും, ഈ ചോദ്യപേപ്പർ ഔട്ടായ ഒരു പരീക്ഷയാണ് ക്രിസ്തീയ ജീവിതം. ചോദ്യപേപ്പർ ഔട്ടായ ഒരു പരീക്ഷയാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയണേ. ശരിയല്ലേ? നമുക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. പക്ഷെ നമ്മൾ ജീവിക്കോ? ഇല്ല. ക്ഷമിക്കണമെന്നറിയാം, ക്ഷമിക്കാൻ പറ്റുമോ? ഇല്ല. അത് നല്ല ശബ്ദത്തിൽ പറഞ്ഞില്ല. ക്ഷമിക്കാൻ പറ്റില്ല. ജീവിത പങ്കാളിയോട് ക്ഷമിക്കാത്തവരുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മൾ ഈ ധ്യാനമൊക്കെ കൂടേണ്ടത് 8ഉം 10ഉം ധ്യാനമൊക്കെ കൂടിയിട്ട് ജീവിത പങ്കാളിയോട് ക്ഷമിക്കാൻ പറ്റില്ല അല്ലേ? കൂടപ്പുറപ്പുകളുടെ മുഖത്ത് നോക്കാത്തവരുണ്ട് നമ്മുടെ ഇടയിൽ. ഞാൻ എപ്പോഴും നിങ്ങളെപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? എനിക്കറിയാം കേട്ടോ. ഞാൻ എന്താ പറഞ്ഞറിയോ? കൂടപ്പിറപ്പുകളുടെ മുഖത്ത് നോക്കാത്തവരുണ്ട്. നമ്മൾ ഈ സത്യവേദം മാറ്റമില്ലാത്ത ഈ വചനമൊക്കെ വായിച്ചിട്ട് കർത്താവ് പറയാ സ്നേഹിക്കി 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 സ്നേഹിക്കി, വിട്ടുകൊടുക്കുമോനെ 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 10 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യോ? വേണ്ട, അവിടെ നിൽക്ക്, നല്ല മോനാ കേട്ടാ, നാളെ വന്നോട്ടോ. ചിന്തിക്കേണ്ട കാര്യതാ. നമുക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. പക്ഷെ നമ്മൾ ജീവിക്കോ? എത്ര പേര് കഴിഞ്ഞ ദിവസം ഒരു എലിമിച്ച് കാണാൻ വന്നേക്കാ. 33 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. പുള്ളിക്കാരത്തി പറയാം, എൻ്റെ അച്ഛാ പുള്ളിക്കാരനോട് ക്ഷമിക്കാൻ പറ്റില്ല എനിക്ക്. 33 വർഷമായിട്ട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന്. നിങ്ങളത് ഓർത്തു നോക്കി. അമ്മായിക്ക് ഒരു തുള്ളി ഭക്ഷണം കൊടുക്കാത്തവര് ഇവിടെ ഇല്ല. ഇവിടെ അമ്മായിമ്മയും മോളൊക്കെ അങ്ങനെ എന്തൊരു സ്നേഹം അല്ലേ? ഇവിടെ അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ ഒന്നും പറഞ്ഞില്ലേടാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ.
നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല, വിട്ടുകൊടുക്കാൻ പറ്റില്ല, എളിമപ്പെടാൻ പറ്റണില്ല. പക്ഷെ നമ്മൾ പറയാ സ്വർഗത്തിൽ പോണം. 8 കൺവെൻഷൻ കൂടുന്നു, വചനം വായിക്കുന്നു, വീട്ടിൽ പ്രാർത്ഥിക്കുന്നു, ഇതിലൊന്നും കുറവില്ല. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ചോദ്യം അറിയോ, തമ്പുരാനുണ്ടല്ലോ, നമ്മളങ്ങനെ മോളിൽ ചെല്ലുമ്പോൾ എൻ്റെ സഹോദരൻ പൊക്കോ, നാളെ വിളിക്കാം, ഇപ്പം തന്നെ വിളിച്ചേക്കാം, പൊക്കോ. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കാൻ പോണ ചോദ്യം തൊട്ടെന്നറിയോ? ദൈവം ഒരിക്കലും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് ദൈവം ചോദിക്കോ? ഇല്ല. നീ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയോന്ന് തമ്പുരാൻ ചോദിക്കോ? ഇല്ല. ഇവിടെ ഒരിക്കലും ദൈവം ചോദിക്കില്ല. നിനക്ക് എത്ര സേവിങ്സ് ഉണ്ടെന്ന് ദൈവം ചോദിക്കില്ല. നിനക്ക് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് ദൈവം ചോദിക്കില്ല. നീ ഏത് പോസ്റ്റിലാണ് ജീവിച്ചെന്ന് തമ്പുരാൻ ചോദിക്കില്ല. നിനക്ക് ഗവൺമെന്റ് ജോലി ഉണ്ടോ എന്ന് തമ്പുരാൻ ചോദിക്കോ? ഇല്ലേ. ഇതൊന്നും ദൈവം ചോദിക്കാൻ പോണില്ല. ദൈവം ചോദിക്കാൻ പോണ ഒറ്റ ചോദ്യമുള്ളൂ, നിന്റെ കൂടപ്പിറപ്പുകളെ, കൂടെയുള്ളവരെ നീ സ്നേഹിച്ച, നീ കുറച്ചും കൂടിയൊക്കെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച, ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ വചനം മറ്റുള്ളവർക്ക് നീ കൊടുത്ത, ചോദിക്കും. എന്തുത്തരം പറയും? ഇപ്പൊ തേങ്ങ വിഴുങ്ങിയതോ അല്ലെങ്കിൽ ഇരുന്നോളട്ടോ. കേട്ടാ, ഞാൻ അത്ര പറയണുള്ളൂ. നമുക്കറിയാതെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ജീവിച്ചത് നന്മയിൽ ആയിരിക്കണം എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് മാത്രമാണ് അച്ഛൻ ആഹ്വാനം ചെയ്യുന്നത്. ഈ 3 ദിവസത്തെ കൺവെൻഷനില് നിങ്ങൾ ഒരാളെങ്കിലും ഒരു വാക്കോ ഒരാളോടെങ്കിലും ക്ഷമിക്കാൻ പറ്റിയ അച്ഛൻ പറയും നല്ല കാര്യം. അച്ഛൻ്റെ ധ്യാനം സക്സസ് ആയി എന്ന് അച്ഛൻ പറയും. അച്ഛൻ്റെ കൺവെൻഷൻ സക്സസ് ആയി എന്ന് അച്ഛൻ പറയും. ഒരാളോടെങ്കിലും നിങ്ങൾ ക്ഷമിച്ചാൽ മതി. ദാറ്റ്സ് ഇനഫ്. ഞാൻ എപ്പോഴും പറയും, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നല്ല, കുഞ്ഞു കാര്യങ്ങളാ. ക്ഷമിക്കുക വലിയ കാര്യം കേട്ടത്. നമ്മൾക്ക് തോന്നും വലിയ വലിയ തിയറിയാണോ? അല്ലെന്നേ. നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? ഈശോ ചോദിക്കാൻ പോണ ചോദ്യതാ. ക്ഷമിക്കാൻ പറ്റുമോ? സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഒന്ന് ചിരിക്കാൻ പറ്റുമോ? അല്ലേ? നമ്മളിൽ ചിരിക്കാത്ത മനുഷ്യരൊക്കെ ഉണ്ട്, ശരിയല്ലേ? ചിരിക്കാത്ത മനുഷ്യര് കൂടപ്പുറപ്പുകളെ പോലെ മുഖത്തോക്കി ചിരിക്കില്ല. ഒരെണ്ണത്തിനെ കാണുമ്പോൾ അപ്പുറത്തുനിന്ന് പോവും, ഇങ്ങനെ പൊത്തി, ശരിയല്ലേ? ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വലിയ വലിയ തിയറികളോ പാണ്ഡിത്യങ്ങളോ ഒന്നുമല്ല, കുഞ്ഞു കാര്യങ്ങളാ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് ചിരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുള്ളൂ, അല്ലേ? നിന്റെ കൂടപ്പുറപ്പുകളെ നോക്കിയിട്ട് എത്ര വഴക്കുണ്ടെങ്കിലും ഒന്ന് ചിരിച്ചു നോക്കിയേ, പ്രശ്നം തീരും. ഇപ്പം ഈ 3 ദിവസത്തിൽ ഞങ്ങൾക്ക് ചിരിക്കാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നാവോ? ഒന്ന് പോടവേ. ഇത്രയും കൺവെൻഷൻ കൂടിയിട്ട്, ഇത്രയും ധ്യാനപ്രസംഗം കേട്ടിട്ട് നമ്മൾ നന്നായോ? നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, എന്നെ തല്ലണ്ട അമ്മാവ. ആ പഴഞ്ചൊല്ലൊക്കെ കൃത്യ, സകലമാന അറിവുകളുണ്ട്. പക്ഷെ ജീവിക്കോ ഇല്ല. നിങ്ങൾക്ക് ഒരാളെങ്കിലും ജീവിച്ചാൽ മതി, അച്ഛൻ ഹാപ്പിയാവും. ഒരാളെങ്കിലും ജീവിച്ചാൽ മതി, അച്ഛന് ഹാപ്പിയാവും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, എനിക്ക് നിങ്ങളോട് പറയുന്നറിയോ, ഒരു നല്ല തീരുമാനം എടുക്കുക. ഈ പ്രാവശ്യത്തെ കൺവെൻഷന് കൊണ്ട്, ആ കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ കൂടി ഞാൻ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു. ഞാൻ എന്ത് തീരുമാനം എടുത്തു, എന്ത് നല്ല കാര്യം ചെയ്യുന്നുണ്ട് ചിന്തിക്കണം. എന്നിട്ട് കുറച്ചും കൂടി നല്ല തീരുമാനം എടുത്തിട്ട് വേണം ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമോ, നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം എപ്പോഴും കൂടെയുണ്ട്. ഏത് പ്രശ്നത്തിലും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നൊരു ദൈവം കൂടെയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? ഇന്നലെ പറഞ്ഞത് ഓർമ്മയില്ല, ഇനിയാണ് ഇന്ന് പറയുന്നത്. ഞാനൊരു ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ, എനിക്ക് ഇന്നും ഓർമ്മയാ. ഏത് ദൈവത്തെക്കുറിച്ചാണെന്നറിയോ? 3 ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇരിക്കണ കർത്താവേ, ഇവിടുത്തെ വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ ഓടാൻ? ഇത് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ പാട്ട് പാടാം. അബ്രാഹത്തിൻ ദൈവം, എന്ത് ദാരിദ്ര്യടവേ. നിങ്ങളിത് ഉച്ചത്തിൽ പാടിയേ, അബ്രാഹത്തിൻ ദൈവം, ഈസാഹാക്കിൻ. മതി പാടാൻ പറഞ്ഞപ്പോഴേക്കും
കൊള്ളാട്ടോ, തബലിസ്റ്റ് പെടയട്ടോ, സൂപ്പർ. എന്താ പേര്? ഇത് ഈ സഭക്കാരനാണോ? ഈ സഭയിൽ അംഗമാണോ? എന്നെ കൊയറാടോ പോയി. നിങ്ങൾ കൊള്ളാട്ടോ. ഒരു പാടാൻ പറഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് ശബ്ദം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശബ്ദം ഉണ്ടായില്ലോ. അതൊന്നും കുഴപ്പമില്ല. ഇനി നിങ്ങൾ മാത്രം ഒന്ന് പാടിയേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഓ പാടിയിരുന്ന എൻ്റെ കാര്യം പോകില്ല കേട്ടോ. എങ്ങനെയുള്ള ദൈവ, ഞാനിതിനെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. ഇങ്ങനെ ഇരിക്കുക, എന്തു പറഞ്ഞാലും പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. നീ ഇന്ന് പറഞ്ഞ കാര്യം നാളെ വരുമ്പോൾ ചോദിച്ചാൽ പറയോ? ഉവ്വ ഒക്കെ പറയും കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് പോയതാ. എങ്ങനെയുള്ള ദൈവം നമ്മുടെ കൂടെയുള്ള ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് സങ്കടത്തിലും ഈ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും എന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആണിക്കല്ലെന്ന് പറയണേ അല്ലേ. ഈശോ പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യം എന്നിട്ടായിരുന്നു അറിയോ? എന്തായിരുന്നു? സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ട്. സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ടെന്ന്. എന്തിനും പോകുന്നൊരപ്പൻ. എത്ര വലിയ ജീവിതത്തിൻ്റെ പ്രശ്നത്തിലാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യതാ, സ്വർഗത്തിൽ എനിക്കൊരു അപ്പനുണ്ട്. എത്ര വലിയ വേദനയാണെങ്കിലും ചിന്തിച്ചോളാം, ആ അപ്പൻ എന്നെ നോക്കിക്കൊള്ളും. ജീവിതത്തിന്റെ ഏത് സങ്കടത്തിലാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചോളാം, ആ അപ്പന് മാറ്റാൻ പറ്റാത്ത ഒരു പ്രശ്നവും എനിക്കില്ല. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം. ആകെ ചേച്ചിക്ക് മാത്രമേ ബൈബിളുള്ളൂ. ആ പാപം എല്ലാം കഷ്ടപ്പെട്ട് വായിക്കുക, വേറെ ആരുമില്ല. ഇത് തെരഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. വിശുദ്ധ യോഹന്നാൻ കിട്ടിയില്ലടി കൊച്ചേ. വേറെ ആരെങ്കിലും വായിച്ചേ. എന്നിട്ടന്ന് സ്റ്റാൻഡപ്പ്. എല്ലാവരും കേൾക്കണം കേട്ടോ എൻ്റെ മുത്ത് വായിക്കണത്. സുന്ദരിയായിട്ട് എൻ്റെ മുത്ത് വായിച്ചോ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. മതി. എൻ്റെ മുത്തിരുന്നോ? മുത്തിൻ്റെ പേരെന്നാ? തൊട്ട് ഇത് അഭിഷിതയോ? എവിടെ നിന്ന് കിട്ടണ ഈ പേരൊക്കെ? സത്യം പറഞ്ഞിട്ടല്ലോ, വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ കേൾക്കണമെങ്കിൽ എവിടെ വന്നെന്നറിയോ? തിരുവനന്തപുരം. എവിടെ നിന്നാണ് ഇങ്ങനൊക്കെ പേര് കിട്ടണ നിങ്ങൾക്ക്? അഭിഷിതിയോ? കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിൻ്റെ പേര് ചോദിച്ചപ്പോൾ പറയാ മാക്സിമൂസ്. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു പോയി. ഇതിന്റെ അപ്പനെ സമ്മതിക്കണം. ഇതുപോലൊക്കെ പേരുണ്ട് നിങ്ങള്. ഇതിന്റെ അപ്പനമ്മയും വന്നിട്ടുണ്ടോ ഈ അഭിഷിതയുടെ? നമിച്ചിരിക്കണു കേട്ടോ. ഇനി ഒന്നും പറയാനില്ല. ഈ മുന്നിലിരിക്കുന്ന സഹോദരിയുടെ പേരെന്നാ വായിക്കണ? ഒന്നുമില്ല കേട്ടപ്പോട്ടെ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞങ്ങളുടെയൊക്കെ പേര് കണ്ടോ? എന്തുട്ടാ? ജിനു. ഓ, ദാരിദ്ര്യം. അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിന്റെ പേരാണ് ഞങ്ങളുടെ പേര്. ജിനു. ആർക്കും കിട്ടുന്ന പേര്. ഞാൻ എപ്പോഴും അറിയുന്നറിയോ, ഈ ജിനു എന്ന് പറയുന്ന പേര് എനിക്ക് എന്നെ ഭയങ്കര വിഷമായിരുന്നു. എൻ്റെ ഇടവകയിൽ 4 ജിനുമാരുണ്ട്. ബാക്കി 3 ജിനും പെണ്ണുങ്ങളാ. ജിനു ഒന്ന് എഴുന്നേറ്റിക്കൂടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേര് എഴുന്നേറ്റിക്കും. എന്നെ നാണക്കേടായിരുന്നറിയോ? ഞാനിവിടെ പറഞ്ഞിട്ടോന്ന് അറിയാൻ പാടില്ല. ഇന്നലെ പറഞ്ഞ കാര്യം ഓർക്കല്ല, പിന്നീട് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം ഓർക്കാൻ പോണേ. അപ്പൊ ഞാൻ എന്നിട്ട് ഒരിക്കലും എൻ്റെ അപ്പനോട് പോയി ചോദിച്ചു, എൻ്റെ പൊന്നപ്പ, എൻ്റെ അപ്പന് കുറച്ച് നല്ല പേരൊക്കെ ഇടാറുന്നില്ലേ? അപ്പൊ എൻ്റെ അപ്പൻ പറഞ്ഞ ഡയലോഗ് ഒന്നും എൻ്റെ പൊന്നു മോനെ, അപ്പനും ഉണ്ടായിരുന്നു നിനക്ക് നല്ല പേര് ഇടണമെന്നൊക്കെ ആഗ്രഹം. പക്ഷേ എൻ്റെ ചേട്ടൻ ഡിസംബർ 25-ാം തീയതി ജനിച്ചതാ. ഡിസംബർ 25-ാം തീയതി. അപ്പൊ എൻ്റെ അപ്പന് ഇഷ്ടം ക്രിസ്റ്റഫർ എന്ന പേരിടാറുണ്ട്. ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞേ, ക്രിസ്റ്റഫർ. ഈ ഫർ എന്ന് പറയുമ്പോൾ പല്ലും പിടിക്കണ്ടോ ഒരു കാറ്റ്. അപ്പൊ എൻ്റെ അപ്പൻ ഈ പേരും പിടിച്ചോണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് നിന്ന്. അപ്പൂപ്പൻ്റെ അടുത്ത് നിന്നപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അപ്പൂപ്പനോട് പറഞ്ഞു, മൂത്ത പുത്രൻ്റെ അപ്പൻ
അപ്പൊ അപ്പൻ ചോദിച്ചു, ഇങ്ങോട്ടടാ കൊച്ചിന്റെ പേര്. അപ്പൊ എൻ്റെ അപ്പൻ പറഞ്ഞു, അപ്പ അവന് 25-ാം തീയതി ജനിച്ചല്ലേ, ഡിസംബർ 25-ാം തീയതി, അതുകൊണ്ട് അവന് ക്രിസ്റ്റഫർ എന്നിട്ടല്ല. എൻ്റെ അപ്പൂപ്പനാണെങ്കിൽ മൊത്തം വെപ്പല്ല. അപ്പൊ എൻ്റെ അപ്പൂപ്പൻ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കി, ക്രിസ്റ്റഫർ, ഓ വേണ്ട, പല്ലുമ്മ കാറ്റടിക്കുക. അപ്പൊ അതുകൊണ്ട് അത് കുറെ നാൾ പറയാൻ പറ്റത്തില്ല പുള്ളിക്ക്, പറയാനും പറ്റാത്ത കൊണ്ട് പുള്ളി പറഞ്ഞു അതൊന്നും വേണ്ട. അപ്പൊ എൻ്റെ അപ്പൻ ചോദിച്ചു, എന്നാ അപ്പം പറ ഒരു പേര്. അങ്ങനെ എൻ്റെ അപ്പനൊരു പേര് സജസ്റ്റ് ചെയ്തു. ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ അങ്ങേയറ്റത്ത്, എൻ്റെ ഒക്കെ കുറച്ച് ഇടയിൽ നിൽക്കും, ഇത് അങ്ങേയറ്റം. എന്നിട്ട് കൊടുത്തെന്ന പേരെന്നറിയോ? മൂത്ത ചേട്ടൻ, എൻ്റെ ചേട്ടൻ്റെ പേര് ബിനു. രണ്ടാമത് ഒരെണ്ണം വന്നു ഞാൻ, എന്നിട്ടിട്ടെന്നറിയോ? ജിനു. ഇനി അടുത്തത് ഒരു പെണ്ണായിപ്പോയി, ഒരു വള്ളിക്ക വ്യത്യാസമുള്ളൂ, എന്തുട്ടാ? ജിനി. ഇതാണ് പേരിന്റെ കുട്ടൻസ്. ഞാൻ ഇവിടുത്തെ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പേര് കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിന്റെ പേര്, എനിക്ക് പേര് ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ പേര് ജോൺ ലൂക്കോസ്. എന്നെ പേരടവേ അല്ലെ, ജോൺ ലൂക്കോസ് അല്ലേ എന്നെ പേര്. എന്നിട്ട് ഇതിന്റെ പേര് പറഞ്ഞേ, ഓ പോയി, ഓട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞതറിയോ, പേരിനൊക്കെ വലിയ കാര്യമുണ്ട്. എന്നിട്ട് അതിന്റെ പേര് അഭിഷിത. അപ്പൊ അഭിഷിത വായിച്ച വചനത്തിലേക്ക് നമുക്ക് വരാം. എന്നിട്ട് വചനം പറയണേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്ത് ചെയ്യണം? ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ കൂടെ ഒരു ദൈവം ഉണ്ടോ? മനുഷ്യൻ കൂടെ ഉണ്ടാവോ? നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചോട്ടെ, ഈ ഇവിടെ ഇരിക്കുന്ന കുട്ടികളും പ്രായമായവരോട് ചോദിക്കുന്നേ, നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കളൊന്ന് കൈവക്കെ. ഇവിടെ പുരുഷന്മാർക്ക് ഒന്നിനും ഉറപ്പില്ലല്ലോ കർത്താവേ. 2, 3. അഭിഷിത പറയണ്ട അമ്മയോട് പൊക്കിക്കോ, അമ്മ ഞാൻ നോക്കിക്കോളാന്ന്. അമ്മ നോക്കിയാ, നീ നോക്കോടി, ഞാൻ നോക്കിക്കോളാം, പൊക്ക്. ആദ്യം പൊക്കിയത് അമ്മയാ, കൈ പൊക്കണണ്ടപ്പോ എനിക്ക് തോന്നി അവള് തള്ളിയതാന്ന്. പൊക്കി പിടിച്ചേ. ആകെ 5 എണ്ണത്തിന്റെ 6, 7 എണ്ണത്തിന്റെ മക്കള് നോക്കും. തത്ത് ഒരമ്മ ഏന്തി വലിഞ്ഞു നോക്കാം, നീ നോക്കും എന്നെ പൊക്കണോ? നിങ്ങളൊന്ന് ഓർത്തേക്ക്, നിങ്ങൾ ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം, നിങ്ങൾ ഇത്രയും നാൾ നോക്കിയാൽ നിങ്ങളുടെ മക്കള് പോലും നിങ്ങളെ നോക്കുമെന്ന് വലിയ ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാ? ഇല്ല. നമ്മുടെ ലൈഫ് എങ്ങനെയാ? ജീവിതം ഇതിന് ഉത്തരം പറയണ്ടട്ടാ, ഉത്തരം പറയണ്ടെന്ന് അനങ്ങ പോലും ഇങ്ങനെ ഇരുന്നാ മതി. ജീവിത പങ്കാളി കൂടെ ഉണ്ടാവുന്ന ഉറപ്പുണ്ടാ? ഒരു പുരുഷൻ, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ. സ്ത്രീകളാണെങ്കിൽ ഉണ്ടാവും പേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുറപ്പ്? നിങ്ങൾ സ്നേഹിച്ചവരെ വിശ്വസിച്ചവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാ? നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് പാടിക്കൊണ്ടിരുന്ന പാട്ടുണ്ടെന്നറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. എൻ്റെ അപ്പൻ പാടുന്ന, എപ്പോഴും എന്നെ പാടി കേൾപ്പിക്കുന്ന, അപ്പനെ വിഷമം വരുമ്പോൾ അപ്പനെ എപ്പോഴും പാടിക്കൊണ്ടിരുന്നൊരു പാട്ടാണ്. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. ഒന്നുകൂടി പാടിയേ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരും. അടുത്ത വരി എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അടുത്ത വരി എങ്ങനെയാ? നിന്മനം നിന്നോട് കൂടെ എന്നും ഞാനുണ്ട്. ഒന്നുകൂടി പാടിയേ. നിന്നോട് കൂടെ എന്നും
ജീവിതത്തിൽ ചിന്തിച്ചു നോക്കേ, എൻ്റെ കൂടെ ഒരു ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ വിട്ടുപോകും അല്ലേ? ജീവിത പങ്കാളി മരിച്ചു പോവില്ലേ? മക്കള് പോവില്ലേ? എല്ലാവരും പോവും. അപ്പോഴും ഞാൻ ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ കൂടെ നിൽക്കാൻ ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരുണ്ടാവാ? വേറെ ആരാ സ്നേഹിക്കുക? വേറെ ആരാ നിങ്ങളെ മനസ്സിലാക്ക? ചിന്തിച്ചു നോക്ക്. ആരുള്ള നമുക്ക് ശരിക്കും പറഞ്ഞ ജനിപ്പിച്ച് വളർത്തിയ മക്കൾ പോലും ചിലപ്പോൾ കൂടക്കില്ല. അവര് പറയും, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്നറിയോ, നമുക്കൊരു കുഴപ്പമുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അപ്പം പറയും നീ എൻ്റെ മോനല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് കാണുമ്പോൾ അമ്മ പറയും നീ എൻ്റെ മോളല്ല, മോനല്ല. എൻ്റെ കൂട്ടുകാർ പറയും നിന്റെ കുഴപ്പം കൊണ്ട് നീ തന്നെ അനുഭവിച്ചാൽ മതി. എൻ്റെ ജീവിത പങ്കാളി പറയും നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, കേട്ടില്ല, അനുഭവിക്ക്. നീ ചേർത്ത് പിടിച്ചവര്, നീ കൂടെ നടക്കുമെന്ന് വിശ്വസിച്ചവരൊക്കെ നിന്നോട് പറയും എന്താ, നീ ശരിയല്ല, നീ ചീത്തയാ, നീ അനുഭവിക്കണം, നീ അനുഭവിച്ചത് തീരൂ എന്ന് പറയും. പക്ഷേ നമ്മളൊക്കെ വിളിക്കണ സ്വർഗീയ പിതാവ് നമ്മളോട് പറയും മോനെ മോളെ ഞാനുണ്ട് നിന്റെ കൂടെ. അതുപോലെ സ്നേഹിക്കാൻ ആരുള്ളേ? ആരുമില്ല. എന്നോടൊക്കെ പലരും ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടെന്നറിയോ, അച്ഛനെ എങ്ങനെ ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കണേ? എന്നോട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, അച്ഛനെ എങ്ങനെ ഇത്രയും ഹാപ്പി ആവണേ? നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ അപ്പച്ചന് ക്യാൻസറാ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അച്ഛൻ, അപ്പന് ക്യാൻസറാ, ആമാശയത്തിൽ ക്യാൻസറാ, അമ്മയ്ക്ക് ക്യാൻസറാ. അമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം കൂടി ഒരു സ്ട്രോക്ക് വന്ന് വീണു. പാവം, സ്ട്രോക്ക് വന്ന് വീണുപോയി. 2 ആഴ്ച 3 ആഴ്ചകൾ ഒരു മാസം മുമ്പ് അമ്മ സ്ട്രോക്ക് വന്ന് വീണുപോയി. ഞാനത് തിരുവനന്തപുരത്ത് ധ്യാനിപ്പിച്ചോണ്ടിരിക്കുക. തുരുതുരാന്ന് എനിക്ക് കോള് വന്നോണ്ടിരിക്കുക. തുരുതുരാന്ന് എനിക്ക് കോള് വരിക. എനിക്ക് കോൾ എടുക്കാൻ പറ്റണില്ല. അപ്പനെ വിളിക്കണേ. ഒരു രാത്രി വിളിച്ചോണ്ടിരിക്കുക. അപ്പനും മനസ്സിലാവുള്ള അമ്മ വീണു. അപ്പനറിയില്ലല്ലോ എന്നിട്ട് ഇതെന്താ കാര്യമെന്ന് അറിയാൻ പാടില്ല. അമ്മ വീണുപോയി, കുഴഞ്ഞു വീണുപോയി. അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മറവി. ഞാൻ തിരുവനന്തപുരത്ത് ധ്യാനിപ്പിച്ചോണ്ടിരിക്കുക. ആകെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൻ വിളിയോട് വിളി. ഞാൻ വിചാരിച്ച അപ്പനെന്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ. ഞാൻ തിരുവനന്തപുരത്ത് ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചോണ്ടിരിക്കില്ല, ആറ്റിൻപള്ളിയിൽ. ഏത് പള്ളിയാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ആ പള്ളിയിൽ ഇങ്ങനെ ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് ആദ്യമേ ഓടിച്ചെന്ന് അപ്പൻ്റെ കോളെടുത്തു. എടുത്തു വഴിക്ക് അപ്പൻ പറഞ്ഞു അറിയോ, മോനെ അമ്മയ്ക്ക് വയ്യടാ, അമ്മ വീണ് കിടക്ക, അമ്മയ്ക്ക് തീരെ വയ്യ, അപ്പനും തൊട്ട് ചെയ്യണ്ടേ. നിങ്ങൾ ഓർക്കണം, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അങ്കമാലി ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്കറിയാലോ എത്ര ദൂരം ഉണ്ടെന്ന്. ഞാനെന്താ ചെയ്തറിയോ, അവിടുത്തെ പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പള്ളിയുടെ താക്കോലോ. ഞാൻ ധ്യാനം കഴിഞ്ഞ് മുറിയിൽ എത്തിയോളൂ. അപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പള്ളിയുടെ താക്കോലോ. അച്ഛൻ പറഞ്ഞു എന്തി അച്ഛാ, അമ്മയ്ക്ക് വയ്യ. അച്ഛനെങ്ങോടെ പോണേ? എനിക്ക് പള്ളിയിലേക്ക് പോണച്ചാ. ഞാൻ ആ താക്കോലം പിടിച്ചോണ്ട് പള്ളിയിൽ പോയി. രാത്രി ഒരു 11 മണി 11:30 ആയപ്പോ അപ്പൻ ആശുപത്രി നിൽക്കാ, അമ്മേനെ പിടിച്ച്. വേറെ ആരുമില്ല സഹായത്തിന്, വീട്ടിൽ ഓടിച്ചെല്ലാൻ. ഞാൻ നേരെ പള്ളി ചെന്നു. പള്ളി ചെന്നിട്ടെന്നറിയോ, ഞാൻ അവിടെ കർത്താവിന്റെ തൂങ്ങപ്പെട്ടൊരു രൂപമുണ്ട്, കുരിശ്. ആ കുരിശിൽ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് ഒറ്റ വർത്താനം പറഞ്ഞോളൂ, കർത്താവ് എനിക്ക് എൻ്റെ അമ്മേനെ വേണം, എനിക്ക് എൻ്റെ അമ്മേനെ വേണം. വേറെ ഒന്നും എനിക്ക് അറിയണ്ട, കേൾക്കണ്ട, നീ എന്നോടൊന്നും പറയണ്ട, എനിക്ക് എൻ്റെ അമ്മേനെ വേണം. ഞാൻ ഇവിടെ വരെ വന്നേക്കണത് നിനക്ക് വേണ്ടിയിട്ടാ, വചനം പ്രഘോഷിക്കാൻ വേണ്ടി വന്നേക്കണതാ. എനിക്ക് എൻ്റെ അമ്മേനെ വേണം. ഞാൻ അവിടെ ഇരുന്നു. എൻ്റെ സങ്കടം കണ്ടിട്ട്, ഞാൻ കരയാൻ കണ്ടിട്ട് ആ അച്ഛനും കൂടി പള്ളിയുടെ അകത്ത് വന്നിരുന്നു. അച്ഛൻ താടിയിരുന്നു, ഞാൻ അടുത്തരയിൽ ഇങ്ങനെ കയറി നിന്നിട്ട് കുരിശിൽ ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് കരയാ, എനിക്ക് എൻ്റെ അമ്മേനെ വേണം. കുറച്ച് നേരത്തിന് ശേഷം അപ്പം വിളിച്ചു, മോനെ മോൻ പേടിക്കണ്ട, അമ്മയ്ക്ക് ഇച്ചിരി സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടാ, മോൻ വിഷമിക്കണ്ടട്ടാ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പനും ഇവിടെ ഉണ്ട്, മോൻ പൊക്കോ, മോൻ പള്ളിയിൽ നിന്ന് പൊക്കോ, മോൻ കൊച്ചിനെ പോയി കിടന്നുറങ്ങ്. ഒരു രാത്രി 12:30 11 മണി 12:30 കഴിയുമ്പോൾ അപ്പം വിളിക്കണേ. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം അറിയോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദൈവം മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ദൈവം മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറയണേ, കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ ആരാ നമ്മുടെ കൂടെ ഉണ്ടാവണേ? കണ്ണുനീർ മാർത്തവനൻ കാര്യം നടത്തി തരും. അടുത്തവരാണ് ഏറ്റവും ഇഷ്ടം എന്നിട്ടാ, നിന്മനം ഇളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. പണ്ടത്തെ ഒരു പാട്ടുണ്ടല്ലോ വേറെ, അക്കരയ്ക്കു യാത്ര ചെയ്യും ഓളെ
കാലങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും എങ്ങനെയുള്ള ദൈവം നമ്മുടെ കൂടെയുള്ള? കാറ്റിനെയും കടലിനെയും ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. എൻ്റെ കുടുംബത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും, എൻ്റെ മക്കൾക്ക് എന്ത് വലിയ സങ്കടം ഉണ്ടെങ്കിലും, എൻ്റെ ജീവിതത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം സാധ്യമാണ്. അവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എൻ്റെ ഈശോ എനിക്കായിട്ട് നടത്തി തരും. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, എൻ്റെ തമ്പുരാൻ്റെ കൂടെ ഉണ്ട്. കടബാധ്യത ഉണ്ടായിക്കോട്ടെ. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമുക്ക് ഇച്ചിരി കടബാധ്യത വരുമ്പോഴേക്കും നമുക്ക് പേടിയാ. ഒരു അസുഖം വരുമ്പോഴേക്കും നമുക്ക് പേടിയാ. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴേക്കും നമുക്ക് പേടിയാ. ഇങ്ങനെ പേടിക്കാൻ തുടങ്ങി എങ്ങനെയാ? ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവ് കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? കേട്ടില്ല. കർത്താവ് കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? ഒന്ന് പോടവേ, ഒടുക്കത്തെ തള്ളു. നിങ്ങൾക്ക് പേടിയില്ല? ആരില്ല എന്ന് പറഞ്ഞേ? എന്നിട്ട് പറഞ്ഞേ പേടിയുണ്ടെന്നോ പറഞ്ഞേ? പേടിയില്ലെന്നോ? പെട്ട അവസ്ഥയാ. പാവം, അവർ പാവമായതുകൊണ്ട് പിടിച്ചതാ. നിങ്ങൾ ഓർത്തൊക്കെ, കർത്താവ് കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഇല്ല. നിങ്ങൾക്കോ? എന്താ കരച്ചിലോടൊന്നും ഇപ്പൊ തന്നെ? പട്ടണിയിലച്ചാ ജീവിക്കണ്ട, എനിക്ക് മടുത്തു വെച്ചാ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലച്ചാ. ഇന്ന് 10 മണിക്ക് ഞാൻ വണ്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നതാ. ഒരു പെങ്കൊച്ചു വിളിച്ചേക്കാ, ജിയാന്നങ്ങടെ ഉള്ള പേര്. എടുത്ത വഴിക്ക് പറയാ, അച്ഛ പട്ടണിയിലച്ചാ മടുത്തു വെച്ച ജീവിതം, മടുത്തു. എന്തേടി? കടബാധ്യത വെച്ചാ. എന്താ കുഴപ്പം? അച്ഛ പറ്റണില്ലച്ചാ. ഞാൻ പറഞ്ഞു എന്തേ? കടബാധ്യതകളില്ല. ഞാൻ ചോദിച്ചോട്ടെ, പ്രശ്നങ്ങളില്ലാത്ത ആരെ ഇവിടെ ഇരിക്കണേ? ഒന്ന് കൈവക്കേ. ഒരു പ്രശ്നമില്ലാത്തവരെ കൈവക്കേ. ഈ മുന്നിലിരിക്കണക്കൊക്കെ എന്തിട്ട് പ്രശ്നം? കൊച്ചിന് എന്നാ പ്രശ്നമുള്ളേ? ഇങ്ങോട്ട് വന്നേ. സുന്ദരിയാട്ടോ. എന്തിട്ട പ്രശ്നമുള്ളേ? ഫുഡൊക്കെ കിട്ടണ്ടോ? ക്ലാസ്സിലൊക്കെ പോകണ്ടോ? പഠിക്കോ? പിന്നെന്തുട്ട പ്രശ്നം? ഈ കൂപ്പിരികളൊക്കെ എങ്ങനെ പ്രശ്നം? പച്ച സ്റ്റാൻഡപ്പ്. നീയാ പച്ച. ഈ പച്ചനെ വിളിക്ക്. പച്ചമോനെ എഴുന്നേറ്റ്. മോൻ്റെ പേരെന്നാ? എന്തുട്ട്? ഇങ്ങോട്ട് വന്നേ. സുന്ദരനാട്ടോ. എന്തുട്ട പേര്? വിസ്മയ്. കൊച്ചിൻ്റെയോ? മെറിൻ. ഓ, ഇത് കൊള്ളാം. എന്തുട്ടാന്ന്? ബിസ്മയിലോ? നിന്റെ തന്ത വന്നുണ്ടോ? നിന്റെ അപ്പം വന്നുണ്ടോ? സത്യമായിട്ട് ചോദിച്ചതാ. നിന്റെ അപ്പം വന്നുണ്ടോ? നിന്റെ അമ്മ എഴുന്നേറ്റുന്നേ. അത് പൊന്തില്ലേ? വേറെ ഒരെണ്ണുണ്ടോ? അതിൻ്റെ തൊട്ട പേര് ബിനിൽ. ഓ, അത് ദാരിദ്ര്യ പോയി. പോട്ടെ. ഇതിനെങ്ങനെ ഇങ്ങനെ പേരിട്ടെ? ഒരു വെടിക്കെട്ട് പേരുള്ള. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പേര് കേൾക്കണം കേട്ടോ. ഇസ്മായിൽ എന്നാണോ? ബിസ്മയിൽ. സമ്മതിക്കണം കേട്ടോ. പൊക്കോട്ടെ, നല്ല മോനാട്ടാ. അതല്ല വെച്ചേ, നിനക്ക് എന്നാ പ്രശ്നമുള്ളേ? മക്കളെ പറഞ്ഞ തലാട്ടി പോവാ. കാര്യം പറയണ്ടേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോൾക്ക്? മെറിനോ? ഇല്ലില്ല. കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാവർക്കും കുറച്ചും കൂടിയൊക്കെ ഒന്ന് പ്രായമായി തുടങ്ങിയ. ഇപ്പൊ ഈ കൊച്ചിന്റെ മോളെത്രയില്ല?
സ്റ്റാൻഡപ്പ്. 9 ഇച്ചിരിയൊക്കെ പ്രശ്നമായി തുടങ്ങിയല്ലേ, പഠിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട്. ഓ എൻ്റെ കർത്താവേ, ആ കൊച്ചിൻ്റെ കാരോട് ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ 9ാം ക്ലാസ്സിലൊക്കെ എത്തി തുടങ്ങും, ഇച്ചിരി പ്രശ്നമായി തുടങ്ങും. പഠിക്കാൻ ബുദ്ധിമുട്ട്, വീട്ടിൽ ഇച്ചിരി ബുദ്ധിമുട്ട്, അപ്പനമ്മയുടെ വഴക്ക്. നിന്നെ വഴക്ക് പറയാറുണ്ടോ? പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്നേ. എൻ്റെ മെറിമോനും പൊക്കോ, ബിസ്മയിലും പൊക്കോ. താങ്ക് യു. കൊച്ചിരുന്നോ? കൊച്ചിൻ്റെ പേരെന്നാ? ഏഞ്ചൽ. സുന്ദരിയാട്ട ഏഞ്ചല്. ഞാൻ ഈ സുന്ദരിയാന്ന് എല്ലാവരോടും പറഞ്ഞതെന്നറിയോ? ഒരാളോട് അങ്ങനെ വിട്ടുപോയ പ്രശ്ന. കഴിഞ്ഞ ദിവസം ധ്യാനത്തിനടുത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഒരു കൊച്ചിനോട് മാത്രം പറഞ്ഞില്ല. ധ്യാനം കഴിഞ്ഞപ്പോൾ, കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ വന്നേക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്തിയേ? അച്ഛനെ എന്നെ മാത്രമല്ല ഇഷ്ടമില്ലാത്ത. ഞാൻ ചോദിച്ചു എന്തിയെ? അല്ലടി നീയല്ലേ സൂപ്പർ. അല്ല അച്ഛാ, അച്ഛനെല്ലാവരോടും സുന്ദരിയാന്ന് പറഞ്ഞു, എന്നോട് മാത്രം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ബവളെ നീയുടെ ഏറ്റവും സുന്ദരി, ബാക്കി എല്ലാത്തിനും സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. അല്ല, ഇവിടെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് എങ്ങനെയാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം അതിനെക്കുറിച്ച് നന്നായിട്ട് പൊക്കിയൊക്കെ പറഞ്ഞു. അവള് പറഞ്ഞു ഞാൻ എന്താ പറയുന്നറിയോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നമുണ്ട്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര മണിക്കാണ് പോകണ്ടേ? 9 മണിക്ക് പോകണല്ലേ? ബോറടിക്കുണ്ടോ? കുഴപ്പമുണ്ടോ? ഒരു 9:15 വരെ അച്ഛനെടുത്തോട്ടെ, പ്രശ്നമില്ല. അല്ല, വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുള്ളേ? അല്ല, വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ട്, ഇപ്പൊ പോകണമെന്ന് ആഗ്രഹമുള്ള ആരാളെ? കുഴപ്പമില്ല, ഒരു 9:15 വരെ അച്ഛൻ പോക്കോട്ടെ. സോറി കേട്ടോ. എത്ര സമയം വേണമെങ്കിലും ഇരിക്കാന്നോ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഓക്കെ, നല്ല ചേട്ടൻ കേട്ടോ. ഐ ലവ് യു ചേട്ടാ. ചേട്ടൻ സുന്ദരനാ. അത് ഏതാ സാധനം? അങ്ങനെ പറഞ്ഞ ചേട്ടൻ എന്തേ? ആ ചേട്ടൻ എഴുന്നേറ്റെന്നേ. ചേട്ടൻ്റെ പേരെന്നാ? കണ്ട, സത്യം മാത്രം പറയൂ. ഇരിക്കി കണ്ട, ആ പേര് തന്നെ ഉണ്ടാകാം ചേട്ടൻ്റെ സത്യം കേട്ടോ. ഐ ലവ് യു ചേട്ടാ. കേട്ടോ, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ലവ് യു എന്ന് പറയുന്ന കാര്യം നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ. ഈ ലവ് യു എന്ന് പറയുന്ന കാര്യം നമ്മുടെ കുഴപ്പമെന്നറിയോ? ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നം. ഈ ലവ് യു എന്ന് പറഞ്ഞാൽ എന്തോ അപരാധം ചെയ്ത പോലെയാ. ഒരു പ്രണയിനിക്ക് പ്രണയിതാവിനോട്, അല്ലെങ്കിൽ ഒരു പ്രണയിതാവിനോട് മറ്റേ പ്രണയിക്കുന്ന ആളോട് പറയാനുള്ള വാക്ക് മാത്രമാണോ ലവ് യു? അല്ല. ലവ് യു എന്ന വാക്കിൻ്റെ അർത്ഥം എന്നാ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിനെന്താ തെറ്റ്? ഈശോ നമ്മളോട് പറയുന്നടാ, ഐ ലവ് യു. കേട്ടോ, ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും നിങ്ങളോട്, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പറയും, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ലവ് യു എന്നൊക്കെ പറയും. വെല്ലുമിച്ചിമാരോടെ പറയുള്ളൂ, കൊച്ചമ്മളോടൊന്നും പറയില്ല, പേടിക്കണ്ട കേട്ടോ. ഞാൻ എന്താ പറഞ്ഞതറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്രയും നാളെ ഒത്തിരി പ്രശ്നങ്ങളിൽ നമ്മളൊക്കെ ജീവിച്ചേക്കണേ. ഒത്തിരി പ്രശ്നങ്ങളിൽ നമ്മൾ ജീവിച്ചേക്കണേ അല്ലേ? അതെ. എന്തോരം സങ്കടങ്ങൾ വന്നു. നിങ്ങൾ ജീവിച്ചില്ലേ? എത്ര കടബാധ്യതകൾ വന്നു. നിങ്ങൾ ഇപ്പോഴും ജീവിക്കണില്ലേ? എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ ശരീരം തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയേ, എന്തോ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെന്നറിയോ? തലയിലൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ, ഇപ്പോഴും നോക്കിയിരിക്കുക. 16 സ്റ്റിച്ചിട്ടുണ്ട്, ഒരു വെട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ള പുറത്തേക്ക് വരെ കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ ഷോ ഉണ്ടാവും കേട്ടോ. കണ്ടാലല്ലേ ഇത് വിശ്വസിക്കൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട്. മുഖത്തിന് മാത്രം വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ സുന്ദരനല്ലേ? ഓ ഭാഗ്യം. ആദ്യമായിട്ടാ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയണേ. എനിക്കറിയാമല്ലെങ്കിൽ ഞാൻ സുന്ദരനാന്ന് കേട്ടോ. ഞാൻ തന്നെ പറയും കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നോടൊക്കെ പറയും സുന്ദരനാന്ന്. ഞാൻ എപ്പോഴും പറയുന്നത് അറിയോ? നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനോ, നിങ്ങളുടെ ഭംഗിയെക്കുറിച്ച് വർണ്ണിക്കാനോ, നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാനോ വേറൊരാൾ വരുമെന്ന് നിങ്ങൾക്ക് തോന്നണ്ട. വേണ്ട, തോന്നണ്ട, വരില്ല. കുറ്റം പറയാൻ 1000 പേര് ചുറ്റും നിൽക്കും. നീയെങ്കിലും നിന്റെ നന്മ പറയണം കേട്ടാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, നിങ്ങൾ 100 നന്മ ചെയ്താലും ഒരു കുറ്റം ചെയ്ത മനുഷ്യരാ ഏത് പറയും? നിങ്ങൾ 100 നന്മ ചെയ്യണം. നിങ്ങളുടെ 100 നന്മ ചെയ്താലും ഒരു കുറ്റം ചെയ്ത മനുഷ്യരെ ഏത് പറഞ്ഞുകൊണ്ട് നടക്കും? കേട്ടില്ല. 100 നന്മ പറയോ, ഒരു കുറ്റം പറയോ? ഒരു കുറ്റം പറയും. അത് എത്ര നന്മ ചെയ്താലും കുറ്റം മാത്രം മനുഷ്യർ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ മറ്റൊരാൾ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. വരില്ല. നിങ്ങൾക്ക് നിങ്ങളുണ്ട് നല്ലത് പറയാൻ. ഞാൻ എപ്പോഴും പറയും, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറ.
കേട്ടോ. നീ ഇടയ്ക്ക് തന്നെ പറയണം, ഞാൻ എന്താ സുന്ദരിയ, ഓ കാട്ട് കരിക്കട്ടെ ആരെങ്കിലും പറയണം കേട്ടോ. നിങ്ങൾ പറയണമെന്നേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങളെപ്പോലെ വേറൊരാൾ ഈ ലോകത്തുണ്ടാ? ഓ നിങ്ങളെപ്പോലെ ഉണ്ടാവല്ലേ, എന്നാലും ഉണ്ടാവും. വേറെ ആൾ ഈ ലോകത്തുണ്ടോ? ഇല്ലമ്മേ. നിങ്ങളെപ്പോലെ ഈ മുഖമുള്ള വേറെ ആളുണ്ടോ? ദൈവത്തിന്റെ കരവിരുത് അങ്ങനെയാ. ഒരാൾ പോലും സാമ്യം. നിങ്ങൾ ആ ദൈവത്തിന്റെ മുഖത്ത് നിങ്ങൾ ഓർക്കണം കേട്ടോ. 800 കോടി മനുഷ്യരുണ്ടെങ്കിലും 800 എണ്ണം 800 തരത്തിലാ അല്ലേ? പുള്ളിയുടെയൊക്കെ കഴിവേ ചിന്തിച്ചിട്ടുണ്ടോ? ഒരച്ച് പോലും, നിങ്ങളുടെ കയ്യിലെ ഫിംഗർ പ്രിന്റ് പോലും വ്യത്യസ്തമാണ്, ഒരച്ച് പോലും. പക്ഷെ 800 കോടി മനുഷ്യര് ഈ ലോകത്തുണ്ടെങ്കിലും നമ്മളെല്ലാവരും എങ്ങനെയുള്ളവരാ? ഒറ്റയ്ക്കാ, ആരുമില്ല. എന്തോരം പേരുണ്ടെങ്കിലും നമ്മളൊക്കെ ഒറ്റയ്ക്കാ. ആകെ ഉള്ളത് ആരാ? ഈ ദൈവം മാത്രം. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, നമുക്കൊക്കെ സങ്കടങ്ങളുണ്ട്. കണ്ട ഒരു 16 സ്റ്റിച്ച് കഴിഞ്ഞതാ, മുഖത്തിന് മാത്രം വലിയ കുഴപ്പം നമ്പരാൻ തന്നില്ല, അതുകൊണ്ട് സുന്ദരനെന്നൊക്കെ ഞാൻ പറയും. 2 കൈയുടെ ഓപ്പറേഷൻ കഴിഞ്ഞതാ, ഞാൻ കാണിച്ചുതരാം. ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒന്നുകൂടി കാണിച്ചുതരാം. ഇങ്ങനെ പോ, ഇതുപോലെ തിരിച്ചു വരുന്നേ. ഒന്നുകൂടി കാണിക്കണോ? ഭാഗ്യം. ചില സ്ഥലത്ത് മൃഗശാലയിലെ കുരങ്ങനെ പോലെയാ. അച്ഛ കൃത്യമായിട്ട് കണ്ടില്ല, ഒന്നുകൂടി കാണിക്കേ കേട്ടോ. ഈ 2 കൈയുടെയും പെഡലി എന്ന് പറയുന്ന സാധനം ഉണ്ട്, ഇങ്ങനെ പിടുത്തോണ്ട്. എനിക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ, ബസ് ബ്രേക്ക് പിടിച്ചാലും എനിക്ക് ബ്രേക്കില്ല. നമുക്കിതുള്ളതുകൊണ്ടാണ് ബ്രേക്ക് ഉണ്ടാവണേ, അതെനിക്കില്ല. ഇത് പോവും. എനിക്കിങ്ങനെ കൈ കറക്കിയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ ചെയ്തിട്ടുള്ള പരിപാടികളൊന്നും പറ്റത്തില്ല. അതിങ്ങനെ പോകും. കണ്ട, ഇതിങ്ങനെയും പോവും, ഇങ്ങനെയും വരും. ഇവിടെ പിടുത്തമില്ല. പിടുത്തമുണ്ട്, പക്ഷേ എന്തോ ഇങ്ങനെ തള്ളിമാറിപ്പോവും. അതാണ് പലതരം ചെയ്യില്ലേ. അവിടെ അവിടത്തേക്ക് കറക്കിക്കൊണ്ടിരിക്കുക, ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് പറയാ, 2 കൈയിടും പോയതാ. വയറ്റത്തൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാ, 12 സ്റ്റിച്ചുണ്ട്. 12 സ്റ്റിച്ച് ആരും വരണ്ട, കാണിച്ചില്ല. അത് ഷോ ഇല്ല കേട്ടോ. അത് കഴിഞ്ഞ് വരുമ്പോൾ 2 മുട്ടിന്റെ സർജറി കഴിഞ്ഞ ആളാ. 2 മുട്ടിന്റെ ലിഗമെന്റ് സർജറി ആയിരുന്നു. 2 മുട്ടിന്റെ, 2 കണ്ണങ്കാലിന്റെ സർജറി കഴിഞ്ഞതാ. എത്ര ഓപ്പറേഷൻ സർജറി കഴിഞ്ഞിട്ടുണ്ടെന്നറിയാം എൻ്റെ ശരീരത്തിൽ. കണ്ട പറയോ? ഇല്ല. ഒരിക്കല് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ധ്യാനം കേൾക്കാം, കൺവെൻഷൻ കേൾക്കാൻ വന്നൊരു വെല്ലുമിച്ച് പറയാ, ആകെ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാ ഇന്ന് ഈ കൺവെൻഷന് പങ്കെടുക്കാൻ വന്നേ. അപ്പൊ പ്രസംഗിക്കാൻ വന്നേക്കണ അച്ഛൻ ഞങ്ങളെക്കാളും തീരാരോഗ്യമാണോ? ഞാൻ പറഞ്ഞെന്നറിയോ, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടേ. ആർക്കാ പ്രശ്നങ്ങളില്ലാത്ത? പക്ഷെ നീ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുമ്പോൾ നീ പറ, എൻ്റെ കൂടെ ഒരു ദൈവം ഉണ്ടെന്ന്. ആ പ്രശ്നങ്ങളോട് പറ, എൻ്റെ കൂടെ ഒരു ദൈവം ഉണ്ടെന്ന്. ആ സങ്കടങ്ങളോട് പറ, എൻ്റെ കൂടെ ഒരു ദൈവം ഉണ്ടെന്ന്. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 വായിക്കി. 8:31, റോമർ 8:31. സ്റ്റാൻഡപ്പ് മുത്തേ, സുന്ദരിയാട്ടോ. പേരെന്നാ? വായിച്ചോ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വചനം അത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലാര്. നിങ്ങൾ ചിന്തിക്കണമെന്നറിയോ? എൻ്റെ മുത്തിരുന്നോ? മുത്തുന്ന് വിളിക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് പേര് പറഞ്ഞേ? ദൃശ്യോ? ദൃസ ഒന്നുമില്ല, അമ്മുക്കുട്ടി കേട്ടോ, അത് മതി. അമ്മുക്കുട്ടി പറഞ്ഞത് കേൾക്കുക. എന്താണ്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലാര്. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, ദൈവം കൂടെയുള്ള മനുഷ്യൻ അവൻ ഒരിക്കലും തോറ്റൂല. ദൈവം കൂടെയുള്ള മനുഷ്യനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റത്തൂല. ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിലെ ഒരു പ്രശ്നം ഉണ്ടാവും, പക്ഷെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അവന് കയറിപ്പോരും. ഞാൻ എപ്പോഴും ചോദിക്കും, നേരത്തെ ചോദിച്ചില്ലേ, ദൈവം കൂടെയുള്ള മനുഷ്യൻ ഭയപ്പെടോ? ഇല്ല. ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? ടെൻഷൻ അടിക്കോ? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ഉണ്ടാ? അപ്പൊ ദൈവം ഉണ്ടോ?
ദൈവം ഉണ്ട് എൻ്റെ കൂടെ, പക്ഷെ ആ വിശ്വാസം എനിക്കുണ്ടോ? ഇല്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നില്ല. ആ വിശ്വാസ തികവ് നമുക്ക് ഉണ്ടാവണില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ട് വേദനിക്കാനല്ലാതെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ കാക്കുന്നൊരു ദൈവമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുക. വിശുദ്ധ യോഹന്നാൻ 1 യോഹന്നാൻ 4:4 ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 4 വായിച്ചേ. നാളെ കാണാപ്പാടം പഠിച്ചോണ്ട് എൻ്റെ വചനാട്ടോ. 1 യോഹന്നാൻ 4:4. എൻ്റെ ചേച്ചി വായിച്ചോ. എൻ്റെ ചേച്ചിയല്ല, സഹോദരി വായിച്ചോ. ആ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, എൻ്റെ ഉള്ളിലുള്ള തമ്പുരാൻ ഈ ലോകത്തിലുള്ള എന്തിനേക്കാളും വലിയവനായ തമ്പുരാനാ. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുട്ടാ വചനം പഠിക്കാൻ? ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. 1 യോഹന്നാൻ, ഉച്ചത്തിൽ പറ. 1 യോഹന്നാൻ 4:4. എന്തുട്ടാ വചനം? അത്രയൊന്നും പറയണ്ട, അവസാനത്തെ വചനം, സെക്കൻഡ് പാർട്ട് മാത്രം പഠിച്ചാൽ മതി. എന്താണ്? നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഒന്നുകൂടി പറഞ്ഞ, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഒന്നുകൂടി പറഞ്ഞ, നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. അഭിഷിത എഴുന്നേറ്റ് പേര് പഠിച്ചത് കുഴപ്പട്ടോ. എന്താ വചനം പഠിക്കാൻ പറഞ്ഞേ? വചനം പറയടി. ഏത് യോഹന്നാൻ? 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യം. എൻ്റെ മുത്ത് കറക്റ്റാ, പറഞ്ഞോ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇരുന്നോ. അവിടെ ആൺകുട്ടികളിരിക്കുന്ന ആ മഞ്ഞക്കുട്ടീനെ എഴുന്നേറ്റുന്നേ. ആ മഞ്ഞ ബലിയിലിട്ടവൻ എഴുന്നേറ്റോ. നല്ല സുന്ദരനാട്ടോ നീ. എൻ്റെ മുത്തിൻ്റെ പേരെന്നാ? അമൽ. നല്ല പേരടാ കേട്ടാ. അമൽ മോനെ, എനിക്ക് പഠിച്ചു. ഇനി നാളെ തൊട്ട് നിന്നെ ചോദിക്കും കേട്ടോ. പറഞ്ഞോട്ടോ നീ. നാളെ ഇല്ല, നീ അന്വേഷിക്കും അമൽ എന്ത് ചെയ്യുന്നു. എൻ്റെ സ്വഭാവം അതാ. ഇപ്പം ഞാൻ ഈ പുള്ളിക്കാരനെ നാളെ തൊട്ട് അന്വേഷിക്കും. അഭിഷേകനെ അന്വേഷിക്കും. അഭിഷേകൻ എന്തേ വന്നില്ലെന്നൊക്കെ ചോദിക്കും. അമലിനും ചോദിക്കും. അമലിന് വിഷമായോ? അമലൊന്ന് ചിരിക്കാമോ? ഓ, എന്നാ ചിരിയാടാ ഇത്. അമലേ, ഏത് വചനച്ചൻ പറയാൻ പറഞ്ഞേ? 1 യോഹന്നാൻ 4:4. ഏതാ? നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇരുന്നോ. എൻ്റെ അമൽമോൻ ഇരുന്നോ. അമൽമോൻ്റെ ഇപ്പുറത്തിരിക്കണ ചുമന്ന ഷർട്ടിട്ട പനിയൻ ചെക്കൻ എഴുന്നേറ്റുന്നോ. എത്രയല്ലോ പഠിക്കണേ? 10-ാം ക്ലാസ്സിലോ? പഠിക്കോ? ഒന്ന് പോടവേ. നന്നായിട്ട് പഠിക്കണോട്ടാ. 10-ാം ക്ലാസ്സിലാ. ഓക്കെ. ഏതാ വചനം? 1 യോഹന്നാൻ 4:4. എന്താണ്? നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. സൈഡിലുള്ളവർക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തേ. എൻ്റെ മുത്തിരുന്നോ. സൈഡിലുള്ളവർക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തേ. സൈഡിലുള്ളവർക്ക് ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ. ഒരെണ്ണത്തിന് കൊടുക്കും. ലോകത്തുള്ള എല്ലാത്തിനും കൊടുക്കാനല്ല, ഒരെണ്ണത്തിന് കൊടുക്കും. എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങിക്കും, എവിടേക്കും കൊടുക്കും. ഒരെണ്ണത്തിന് കൊടുക്കണവേ. ഒന്ന് കൊടുക്ക്. കൈ കൊടുക്കാൻ. മെറിമോളെ, കൈ കൊടുക്ക്. ഇനി 3 ഉള്ളെങ്കിൽ 3 പിടിച്ചോ. ഈ വല്യപ്പച്ചന്മാരൊന്നും പിടിക്കാത്തെന്താ? പിടിക്ക്. നിങ്ങൾ പിടിക്ക്. പിടിച്ചാ കൈ പിടിക്ക്. കൈ പിടിക്ക്. എല്ലാത്തിനും കൈ പിടിച്ചാ. ഷൈക്കാൻ്റെ കൊടുത്തോ. ഇത് മനസ്സ് ചോദ്യമല്ല ഇങ്ങനെ പിടിക്കാൻ. ഷൈക്കാൻ്റെ പറഞ്ഞേ. മനസ്സ് ചോദ്യമല്ല, ഇങ്ങനെ എടുക്കുക. അതിൻ്റെ മുഖത്തേക്ക്. ഈ ചേട്ടായിക്കാരും പിടിക്കാനില്ല. ആളില്ലെങ്കിൽ ഞങ്ങളുടെ വിളിപ്പിക്കാന്ന് വെച്ചിരുന്നു. പുള്ളി അപ്പോൾ ഓടിച്ചെന്ന് അപ്പുറത്ത് പിടിച്ചേക്കണോ. ഓക്കെ. കൈ പിടിക്ക്. കൈ പിടിക്ക്. ആ കൈ പിടിക്ക്. ആ കൈ പിടിച്ചിട്ട് അതിൻ്റെ മുഖത്ത് വയ്ക്കൊന്ന് ചിരിച്ചേ. ഓ എൻ്റെ കർത്താവേ. ഓക്കെ. ആ ചിരി കഴിഞ്ഞോ? ഈ വചനം പറയുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കിയ വചനം പറയാൻ പോകട്ടോ. അയാളുടെ മുഖത്ത് നോക്കി വചനം പറയാൻ പോവാ. അയാളുടെ മുഖത്തേക്ക് നോക്ക്. അയാളുടെ മുഖത്തേക്ക് നോക്ക്. ഓ, ആ വീട്ടിൽ പോകുന്നവനെ നോക്ക്. മുഖത്ത് നോക്ക്. മുഖത്ത് നോക്കിയിട്ട് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞേ. 1 യോഹന്നാൻ 4:4. ഞാൻ അയാളുടെ മുഖത്ത് നോക്കി പറ. നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. നിന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. അതുകൊണ്ട് നീ
വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. ഒന്നുകൂടി പറ, അതുകൊണ്ട് നീ വിഷമിക്കരുത്, സങ്കടപ്പെടരുത്. ദൈവമുണ്ട് നിന്റെ കൂട്ടിന്. അവൻ നിന്നെ നോക്കിക്കൊള്ളും. ഒന്നുകൂടി പറ, അവൻ നിന്നെ നോക്കിക്കൊള്ളും. ആ കൈ ഞെരിച്ചത് വിട്ടോ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കുക, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. അവനെ ഞാൻ ഉപദ്രവിച്ചാലും അവനെ ഞാൻ വേദനിപ്പിച്ചാലും അവൻ എന്നെ ഇട്ടേച്ചു പോവോ? ഇല്ല. അത് ചിന്തിച്ചാൽ മതി. ഇനി നാളെ കാണാം കേട്ടോ. ബോറടിച്ചോ? ഹാപ്പിയാണോ? നാളെ വരുമോ? വരണം. ചോദ്യം ചോദിക്കുന്ന വെച്ചോണ്ട് വരാണ്ടിരിക്കണ്ട. ഞാൻ മാനത്ത് നോക്കി ചോദിച്ചോളാം കേട്ടോ. ഞാൻ വില്ലോടത്തും നോക്കി ചോദിച്ചോളാം. വചനം കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ വചനം കേൾക്കാൻ പാ. പക്ഷെ അച്ഛനൊരു ആഗ്രഹമുണ്ട്, ഒരാളെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഞാനൊന്ന് ക്ഷമിക്കും. ദാറ്റ്സ് ഇനഫ്. എനിക്ക് 3 ദിവസം ധ്യാനം കൊണ്ട് അത്രയും കേട്ടാൽ മതി. ഞാൻ ക്ഷമിക്കും അച്ഛാ. എൻ്റെ വേദനിപ്പിച്ച ഒരാളോട് ഞാൻ ക്ഷമിക്കും. എൻ്റെ വെറുപ്പ് ഞാൻ കളയും അച്ഛാ. എൻ്റെ മനസ്സിൽ നിന്ന് ആ വെറുപ്പ് ഞാൻ കളയും. ദാറ്റ്സ് ഇനഫ്. അച്ഛാ, ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പള്ളി വന്ന് പ്രാർത്ഥിക്കും. ദാറ്റ്സ് ഇനഫ്. അച്ഛാ, എൻ്റെ വീട്ടിൽ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കും. ദാറ്റ്സ് ഇനഫ്. എനിക്ക് അങ്ങനത്തെ ഉള്ള കൊച്ചു കൊച്ചു തീരുമാനങ്ങൾ മതി കേട്ടോ. എടുക്കോ? ഇതൊക്കെ എത്ര കണ്ടതാ, കൊക്ക എത്ര കുളം കണ്ടതാ എന്ന് പറഞ്ഞ പോലെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. കുറച്ചും കൂടിയൊക്കെ നാളെ വരുമ്പോൾ പ്രാർത്ഥിച്ചു വരിക. അച്ഛനൊരു കാര്യം കൂടി പറയുള്ളൂ, ഒരു സുവിശേഷ വേല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പോവാ. എന്തുകൊണ്ട് തമ്പുരാൻ പറഞ്ഞ സുവിശേഷ വേല? നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നാളെ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവങ്ങളെ വിളിച്ചുകൊണ്ട് വരണം. എന്ന് വെച്ചാൽ നിന്റെ ജീവിത പങ്കാളിനെ കൊണ്ടുവരണം. ഇത്രയും ഭാര്യമാർക്ക് ഇത്ര അല്ല ഉണ്ടല്ലേ, കുഴപ്പമില്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. അപ്പൊ അതുങ്ങളെയും കൂടി വിളിച്ചിട്ട് വരണം. ഈ കൺവെൻഷനൊക്കെ കൂടുമ്പോ ഭാര്യ മാത്രം കൂടിയിട്ട് കാര്യമില്ല, ഭർത്താവ് കൂടി കൂടണം. നിങ്ങൾക്ക് ഈ വചനമൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ഭർത്താവ് 4 കാലിൽ വന്നേക്കാം. അവിടെ വചനം പറഞ്ഞിട്ട് കാര്യമുണ്ടാ? ഭർത്താവ് കയ്യോങ്ങി അടിക്കാൻ വരുമ്പോ നിന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പ കിട്ട് 2 പൊട്ടിക്കല് കേട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങളെല്ലാവരും കൂടി കൂടണം. ഞാൻ അതുപോലാണ് നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ അല്ലെങ്കിൽ അയൽവക്കക്കാർ വന്നിട്ടില്ല, വിളിച്ചിട്ട് വരണം. ഒരു പൊട്ടം വന്നിട്ട് പ്രസംഗിക്കാൻ, അതിന്റെ പ്രസംഗം കേൾക്കാൻ പാ കേട്ടോ. വിളിച്ചിട്ട് വരണം. അങ്ങനെ മതി കേട്ടോ. അപ്പൊ നാളെ വരുമ്പോ നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി വിളിച്ചിട്ട് വരണം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരണം. അപ്പൊ നാളെ കുറച്ചും കൂടി നേരത്തെ കൃത്യസമയത്ത് തുടങ്ങും അല്ലച്ചാ. കൃത്യസമയത്ത് തുടങ്ങും. അപ്പൊ നാളെ കൃത്യസമയത്ത് തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നാളെ നമുക്ക് കൃത്യമായിട്ട് കണ്ടുമുട്ടാം. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. നാളത്തെ ദിവസം സുന്ദരമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.